وأدبا كاملا ربنا تمم بالخير والسعادة الحمد لله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون. صدق الله العظيم. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അവന്റെ സജ്ജനങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നല്ലത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്കും അവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയവരുടെ പരലോകം അല്ലാഹു സന്തോഷമാക്കുമാറാവട്ടെ. അല്ലാഹു തആല ജീവിക്കുന്ന കാലത്തോളം ദീനിന്റെ ഖിദ്മത്തിലും അവന്റെ ത്വാഅത്തിലുമായ ആഫിയത്തുള്ള ആയുസ്സ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ കഴിഞ്ഞ ആയത്തുകളിൽ നാം പറഞ്ഞു വന്നത് സൂറത്തുൽ ബഖറയുടെ 102-ാമത്തെ ആയത്തിന്റെ വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ രാജാധികാരത്തെ സംബന്ധിച്ചു പിശാചുക്കൾ പറഞ്ഞു കൊടുത്തതിനെ ആ ജൂതന്മാർ പിന്തുടർന്നു. വമാ കഫറ സുലൈമാനു, സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കലും അവിശ്വാസിയായിട്ടില്ല. വലാകിന്ന ശയാത്തീന കഫറു, മറിച്ച് ആ പിശാചുക്കളാണ് അവിശ്വാസികളായത്. യുഅല്ലിമൂന അന്നാസ സിഹറ, ആ പിശാചുക്കൾ ജനങ്ങൾക്ക് മാരണവിദ്യകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥയിൽ. വമാ ഉൻസില അലൽ മലക്കൈനി ബി ബാബിൽ, ബാബിലോണിയ എന്ന സ്ഥലത്ത് 2 മലക്കുകളുടെ മേലിൽ അവതരിപ്പിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് പിശാചുക്കൾ അവർക്ക് പറഞ്ഞു കൊടുത്തതിനെയും അവർ പിന്തുടർന്നു. ജൂതന്മാര് 2 മലക്കുകൾ, അതായത് ഹാറൂത്ത് മാറൂത്ത് എന്നീ 2 മലക്കുകൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ സംബന്ധിച്ചും പിശാചുക്കൾ പറഞ്ഞുണ്ടാക്കിയതിനെ അവർ പിന്തുടർന്നു. അതിന്റെ വിശദീകരണമാണ് ഇനി നമുക്ക് പറയാനുള്ളത്. പിശാചുക്കൾ 2 മലക്കുകളുടെ മേലിൽ അവതരിപ്പിക്കപ്പെട്ട സംഗതികൾ, ആ സംഗതി ഹാറൂത്ത് മാറൂത്തിന്റെ മേലിൽ ബാബിലോണിയിൽ വെച്ച് അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, ആ കാര്യങ്ങളെ സംബന്ധിച്ച് കുറെ ഊഹാപോഹങ്ങൾ പിശാചുക്കൾ ഈ ജൂതന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അതിനെ പറ്റിയും പിശാചുക്കൾ പറഞ്ഞു കൊടുത്തതിനെ ആര് പിന്തുടർന്നു? ഈ ജൂതന്മാർ പിന്തുടർന്നു എന്ന ചർച്ചയിൽ മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുന്നത് വത്തബഉ മാ തത്ലു ശയാത്തീനു ഇഫ്തിറാഅൻ അലാ മുൽക്കി സുലൈമാൻ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അധികാരത്തെ സംബന്ധിച്ച് ആ പിശാചുക്കൾ കെട്ടിയുണ്ടാക്കി പറഞ്ഞതിനെ ആ ജൂതന്മാർ പിന്തുടർന്നു. നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. സിഹർ മുഖേനയാണ് സുലൈമാൻ നബി അധികാരം നിലനിർത്തുന്നത് എന്ന പച്ച കള്ളം, നട്ടാൽ കുരുക്കാത്ത നുണ അവര് പിശാചുക്കൾ പറഞ്ഞു പരത്തുകയും ജൂതന്മാരത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുകയും ചെയ്തു. എന്നതുപോലെ തന്നെ വമാ ഉൻസില അലൽ മലക്കൈനി, 2 മലക്കിന്റെ മേലിൽ അവതരിപ്പിക്കപ്പെട്ടതിനെ സംബന്ധിച്ചും പിശാചുക്കൾ ഓതിക്കേൽപ്പിച്ചു കൊടുത്തത് അവർ പിന്തുടർന്നു. കാരണം ലിഅന്ന സിഹറ മിൻഹു മാ ഹുവ കുഫ്റുൻ വഹുവല്ലദീ തലത്തുഹു ശയാത്തീൻ, പിശാചുക്കൾ ഓതിക്കൊടുത്തിരുന്നത് കുഫറിന്റേതായ അവസ്ഥയിലേക്ക് എത്തുന്ന സംഗതികളാണ്. എന്നാൽ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കലും അത് ചെയ്തിട്ടില്ലായിരുന്നു. അതേപോലെ തന്നെ വമിൻഹുമാ തഅ്സീറുഹു ഫി തഫ്രീഖ് ബൈനൽ മർഇ വസൗജിഹി വഹുവല്ലദീ ഉൻസില അലൽ മലക്കൈനി. ഫകഅന്നഹു തആല അഖ്ബറ അനിൽ യഹൂദി അന്നഹും ഇത്തബഉ കിലൽ അംറൈനി വലം യക്തസിറു അലാ അഹദിഹിമാ. അവര് സുലൈമാൻ നബിന്റെ അധികാരത്തെ സംബന്ധിച്ചും കുറെ നുണകൾ പറഞ്ഞുണ്ടാക്കി. അതുപോലെ തന്നെ ബാബിൽ കുറെ കളവുകൾ പറഞ്ഞുണ്ടാക്കി. അതായത്
കുഫറിലേക്ക് എത്തുന്ന സംഗതികളാണ് എന്ത് ചെയ്തത്, ഈ ഹാറൂത്ത് മാറൂത്ത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്, അഥവാ അവരുടെ മേലിൽ അവതരിപ്പിക്കപ്പെട്ടത് ആ വിധത്തിലുള്ളതാണെന്ന് അവർ നുണ പറഞ്ഞുണ്ടാക്കി കൊടുത്തു എന്നാണ് ഇവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത്. അപ്പോ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ പറയുന്നത്, ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ എതിരാളികളായിരുന്ന ആ ജൂതന്മാർ അവര് പറഞ്ഞുണ്ടാക്കിയ കളവുകളുമായി ബന്ധപ്പെടുത്തിയുള്ള ചർച്ചയിൽ ചിലര് രണ്ട് മലക്കുകളുടെ മേലിൽ അവതരിപ്പിക്കപ്പെട്ട സിഹറുമായി ബന്ധപ്പെടുത്തി ജനങ്ങൾ പഠിച്ച വിഷയങ്ങളുമായിട്ട് ഉള്ള ചർച്ചയില് പണ്ഡിതന്മാര് ഇവിടെ ചിലർ ചർച്ച ചെയ്യാണ്. എന്ത്, അബൂ മുസ്ലിം എന്ന് പറയുന്ന പ്രബലമല്ലാത്ത അഭിപ്രായമാണ് അദ്ദേഹത്തിൻ്റെത്. പലതും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, ഇവിടെ ചില സന്ദേഹങ്ങളുണ്ട് അദ്ദേഹം ഉന്നയിച്ചത്. അന്ന സിഹറ ലൗകാന നാസിലൻ അലൈഹിമാ ലകാന മുനസ്സിലഹു ഹുവല്ലാഹു തആല. സിഹറാണ് അവരുടെ മേലിൽ ഇറക്കപ്പെട്ടിരുന്നതെങ്കിൽ ആ സിഹർ അവതരിപ്പിച്ചു കൊടുത്തത് അല്ലാഹുവല്ലോ. വദാലിക ഗൈറു ജായിസിൻ, അത് അനുവദനീയമല്ല. ലി അന്ന സിഹറ കുഫറുൻ വഅബസുൻ വലാ യലീഖു ബില്ലാഹി തആല ഇൻസാലു ദാലിക. സിഹർ അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ശരിയാവൂല, അത് അള്ളാഹുവിനോട് പറ്റിയതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞത്, വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹറ എന്ന് അല്ലാഹു തആല പറഞ്ഞത് യദുല്ലു അലാ അന്ന തഅലീമ സിഹ്രി കുഫറുൻ, സിഹർ പഠിക്കൽ തന്നെ കുഫറാന്ന് അതിന് വരുന്നുണ്ട്. അപ്പൊ ഫലോ സബത്ത ഫിൽ മലായികത്തി അന്നഹും യുഅല്ലിമൂന സിഹറ, അവര് സിഹർ ജനങ്ങൾക്ക് പഠിപ്പിച്ചുവെങ്കിൽ അത് അവരും കുഫറിലേക്ക് എത്തുക എന്നുള്ള സംഗതി വരും. അത് ഒരിക്കലും ഉണ്ടാകാൻ പറ്റാത്തതാണ്. മൂന്നാമത്തെ അദ്ദേഹം പറഞ്ഞൊരു ന്യായം, കമാലായ ജൂസുഫിൽ അംബിയായി യുബഅസു ഇല്ലി തഅലീമി സിഹരി, സിഹർ ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഒരു നബിമാരെ നിയോഗിക്കാൻ പറ്റാത്തതുപോലെ ഫകദാലിക ഫിൽ മലായിക, മലക്കുകൾ എന്തായാലും അതിനുവേണ്ടി നിയോഗിക്കാൻ പറ്റൂല. നാലാമത്തത് അന്ന സിഹറ ലാ യുളാഫു ഇല്ലാ ഇലൽ കഫറത്തി വൽ ഫസഖത്തി വശയാത്തീനിൽ മറദ. സിഹർ എന്ന് പറയുന്നത് തമ്മാടികളും കാഫിരീങ്ങളും അതുപോലെ തന്നെ വളരെ മോശം സ്വഭാവമുള്ള പിശാചുക്കളിലേക്കൊക്കെ മാത്രമാണ് ചേർത്ത് പറയപ്പെടാറുള്ളത്. വക്കൈഫ യുളാഫു ഇലല്ലാഹി, അപ്പൊ പിന്നെ അള്ളാഹുലേക്ക് എങ്ങനെയാണ് ചേർത്ത് പറയപ്പെടുക? മാ യൻഹാൻഹു, അള്ളാഹു തആല വിരോധിച്ചൊരു സംഗതിയെ അലൈഹി ബിൽ ഇഖാബി, ആ സിഹറിന്റെ മേലിൽ പഠിച്ചോണ്ട് ഒരുപാട് ശിക്ഷകളൊക്കെ ജനങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വാഗ്ദാനം ചെയ്തിട്ടില്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനത്തെ സംഗതികൾ എങ്ങനെയാണ് അള്ളാഹു തആല ചെയ്യുക? വഹലിസ്യഹറു ഇല്ലൽ ബാത്തുലുൽ മുമവ്വഹു, സിഹർ എന്ന് പറഞ്ഞാൽ ഒരു തലം ആളുകളുടെ മനസ്സിലേക്ക് വസ്വാസ് ഉണ്ടാക്കുന്ന ചില തോന്നലുകൾ മാത്രമല്ലേ. വഖദ് ജറത്ത് ആദത്തുല്ലാഹി തആല ബി ഇബ്താലിഹി, അള്ളാഹു അത് നശിപ്പിക്കുന്ന സ്വഭാവമല്ലേ, അതിനെ നിഷ്ഫലമാക്കുന്ന സ്വഭാവമല്ലേ അള്ളാഹു തആല സ്വീകരിക്കല്. കമാ ഖാല ഫീ ഖിസ്സത്തി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ അള്ളാഹ് പറഞ്ഞതുപോലെ, മാജിയത്തും ബിഹി സിഹർ ഇന്നല്ലാഹ സയുബ്തിലുഹു, നിങ്ങൾ കൊണ്ടുവന്ന ഈ സിഹറിനെ, അതായത് ഫറോവയുടെ ആ നിർദ്ദേശപ്രകാരം ഫറോവക്ക് വേണ്ടി മൂസാ നബി അലൈഹിസ്സലാമിനെ എതിരിടാൻ വന്ന സാഹിര്യങ്ങൾ വടിയും കല്ലുമൊക്കെ നിലത്തേക്കിട്ടപ്പോ, വടിയും അതേപോലെ കയറുമൊക്കെ നിലത്തേക്കിട്ടപ്പോ അത് പാമ്പുകളായി മാറിയ സംഭവത്തെ കുറിച്ച് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞതാണ്, നിങ്ങൾ കൊണ്ടുവന്ന ഈ സിഹറിനെ അല്ലാഹു തആല നശിപ്പിക്കും എന്ന് പറഞ്ഞപ്പോ, എന്നിട്ട് സുമ്മ ഇന്നഹു സലക ഫീ തഫ്സീരിൽ ആയത്തി നഹ്ജൻ ആഖറ യുഖാലിഫു ഖൗല അക്സരിൽ മുഫസ്സിരീന, ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിന് വിരുദ്ധമായ മറ്റൊരു റൂട്ടിലേക്കാണ് അബൂ മുസ്ലിം എന്നവർ പോയത്. തഫ്സീറുകളുടെ കൂട്ടത്തിൽ, മുഫസ്സിറുകളുടെ കൂട്ടത്തിൽ പൊതുവെ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളാണ് പലപ്പോഴും അദ്ദേഹം പറയാറുള്ളത്. അപ്പൊ ആ നിലക്ക് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കമാന്ന ശയാത്തീന നസബു സിഹറ ഇലാ മുൽക്കി സുലൈമാന മാഅന്ന മുൽക സുലൈമാന കാന മുബറഅൻ അൻഹു, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് എന്റെ അധികാരം അത് സിഹർ മുഖേനയാണ് നിലനിർത്തിയത് എന്ന്
പിശാചുക്കൾ പറഞ്ഞതുപോലെ വാസ്തവത്തിൽ സുലൈമാൻ നബിക്ക് ആ സിഹറുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നില്ലല്ലോ. ഫകദാലിക നസബു മാ ഉൻസില അലൽ മലക്കൈനി ഇല സിഹരി. സിഹിറിലേക്ക് മലക്കുകൾക്ക് ബാബിലോണിയയിലുള്ള ഹാറൂത്ത് മാറൂത്ത് എന്ന മലക്കുകൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് സിഹറാണെന്ന് അവര് പറഞ്ഞുണ്ടാക്കിയതാണ് പിശാചുക്കൾ. മുനസ്സല അലൈഹിമാ കാന മുബറഅൻ അനി സിഹ്രി, അവതരിപ്പിക്കപ്പെട്ടത് സിഹറിൽ നിന്നും എന്തായിരുന്നു, ഒഴിവായ സംഗതിയായിരുന്നു. എന്നിട്ടും കാരണം വദാലിക, അദ്ദേഹം അതിന് പറഞ്ഞ കാരണം അന്നൽ മുനസ്സല അലൈഹിമ, ആ അവരുടെ മേലിൽ അവതരിപ്പിക്കപ്പെട്ടത് കാനഹുവ ശറഅ വദ്ദീന വദ്ദുആ ഇലൽ ഖൈരി, അത് അക്കാലഘട്ടത്തിലെ ശരീഅത്തും അതേപോലെ തന്നെ മതവും അതുപോലെ നന്മയിലേക്കുള്ള ക്ഷണമൊക്കെ ആയിരുന്നു. ഇന്നമാ കാന യുഅല്ലിമാൻ ഇന്നാസി ദാലിക, ജനങ്ങൾക്ക് അവർ അതാണ് പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. ഖൗലിഹിമാ ഇന്നമാ നഹ്നു ഫിത്നത്തുൻ ഫലാ തക്ഫുർ, ഞങ്ങൾ പരീക്ഷണമാണ്, നിങ്ങൾ നിഷേധികളാകരുത് എന്ന് അവർ പറയുകയും ചെയ്തിരുന്നല്ലോ. തൗക്കീദൻ ലിബഅസിഹിം അലൽ ഖബൂലി വത്തമസുക്കി, ഇത് സ്വീകരിക്കാൻ അതേപോലെ തന്നെ ഈ നബിമാർ ഹാറൂത്തും മാറൂത്തും പറയുന്നത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിരുന്നല്ലോ. വക്കാന തായിഫത്തുൻ തതമസ്സകു വഉഖറാ തുഖാലിഫു. അങ്ങനെ ആ മലക്കുകൾ പറഞ്ഞപ്പോ ഒരു കൂട്ടം ആളുകള് അത് അനുസരിച്ച് നിലകൊണ്ടു, അതേ സമയത്ത് വേറെ കുറെ ആളുകൾ അതിന് എതിരിൽ നിന്നു. അതേപോലെ തന്നെ എന്നിട്ട് അവരിൽ നിന്ന് ആ രണ്ട് മലക്കുകളിൽ നിന്ന് യതഅല്ലമുന മിൻഹുമാ ഐ മിനൽ ഫിത്നത്തി വൽ കുഫ്രി മിഖ്ദാറ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി, ഭർത്താവിന്റെയും ഭാര്യയുടെയും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു തരം വിദ്യ ആ കുഫറിൽ നിന്ന് ഈ മലക്കുകളിൽ നിന്ന് അവർ പഠിച്ചു എന്നതാണ് അവിടെ അബൂ മുസ്ലിം എന്ന വ്യാഖ്യാതാവിൻ്റെതായിട്ടുള്ള വിശദീകരണം. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചർച്ചകളൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം പറഞ്ഞു, അന്ന ഹാദിഹിൽ അഖ്വാല വൈൻകാനത്തെ ഹസനത്തൻ, ഇതൊക്കെ അഭിപ്രായങ്ങളും തർക്കമില്ലാത്ത അഭിപ്രായങ്ങളാണെങ്കിലും ഇല്ല അന്നൽ ഖൗലൽ അവ്വല അഹ്സനു മിൻഹ, ഒന്നാമത്തെ അഭിപ്രായമാണ് ഇതിൽ നിന്ന് നല്ല അഭിപ്രായം. വദാലിക ലിഅന്ന അത്ഫ ഖൗലിഹി വമാ ഉൻസില അലാ മാ യലീഹി ഔലാ മിൻ അത്ഫിഹി അലാ മാ ബഅദ അൻഹു ഇല്ലാ ലിദലീലി മുൻഫസിലിൻ. വമാ ഉൻസില അലൽ മലക്കൈനി എന്നിടത്ത് അവിടെ ആ വമാ ഉൻസില എന്നത് അതിന്റെ മുമ്പുള്ള എന്തിനോട് അറ്റാച്ച്മെന്റ് ചെയ്തിട്ടാണ്, അത്ഫ് ചെയ്തിട്ടാണ് പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, വിവിധ അഭിപ്രായങ്ങളുണ്ട്. വമാ ഉൻസില എന്നിടത്ത മാ ഫീഹി വജ്ഹാനി അല്ലബുൽ അന്നഹു ബിമഅന അല്ലദി സുമ്മ ഹൗല ഇഖ്തലഫു ഫീഹി അലാ സലാസത്തി അഖ്വാലിൻ അല്ലബുൽ അന്നഹു അത്ഫുൻ അല സിഹർ യുഅല്ലിമുന നാസ സിഹറ, ജനങ്ങൾക്ക് അവർ സിഹർ പഠിപ്പിച്ചിട്ട് അവർ കാഫിറായി. അതേപോലെ വമാ ഉൻസില അലൽ മലക്കൈനി അയുഅല്ലിമുന നാസ സിഹറ വയുഅല്ലിമുനഹും മാ ഉൻസില അലൽ മലക്കൈനി, രണ്ട് മലക്കുകളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടതിനെയും അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന വ്യാഖ്യാനം അവിടെ എന്തുണ്ട് പറയുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് ആ വ്യാഖ്യാനത്തോടാണ് ഇവിടെ യോജിക്കുന്നത്. അപ്പൊ പിന്നെ ഇവിടെ ഒരു സംഗതി, സിഹറാണ് മലക്കുകൾക്ക് അവതരിപ്പിക്കപ്പെട്ടിരുന്നതെങ്കിൽ അള്ളാഹു എങ്ങനെയാ സിഹർ അവതരിപ്പിച്ചു കൊടുക്കുക എന്ന ഒരു ചോദ്യം അബൂ മുസ്ലിം എന്ന മുഫസ്സിർ ചോദിച്ചില്ലേ. അമ്മാ ഖൗലുഹു ലൗ നുസ്സില സിഹ്റു അലൈഹിമ, അവരുടെ രണ്ട് മലക്കുകളുടെ മേലിൽ സിഹറാണ് അവതരിപ്പിക്കപ്പെട്ടതെങ്കിൽ ലക്കാന മുനസ്സിലു ദാലിക സിഹ്രി ഹുവല്ലാഹ്, ആ സിഹർ അവതരിപ്പിച്ച ആൾ അള്ളാഹു ആകൂലേ എന്ന്, അതുകൊണ്ട് അല്ലാഹ് അവതരിപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാലൊക്കെ അദ്ദേഹം പറഞ്ഞത് കുൽന, നാം പറയുന്നു താരീഫു സിഫത്തി ഷൈഇ, ഒരു സാധനത്തിന്റെ അവസ്ഥ മനസ്സിലാക്കൽ, ഖദ് യകൂനു ലി അജലി തർഗീബ് ഫീ ഇദ്ഖാലിഹി, ചിലപ്പോ അതിൽ പ്രവേശിക്കാനുള്ള പ്രചോദനം കൊടുക്കാൻ വേണ്ടിയാകും. ഒരു സംഗതിയെ മനസ്സിലാക്കണം എന്ന് പറയുന്നത് അതിലേക്ക് എത്താനുള്ള, അതുമായിട്ട് ബന്ധപ്പെടാനുള്ള മോട്ടിവേഷൻ നൽകുന്നതാകാം ചിലപ്പോൾ. വഖദ് യകൂനു ലി അജലി അൻ യഖഅൽ ഇഹ്തിറാസു അൻഹു, ചിലപ്പോ അതിനകത്ത് മാറി നിൽക്കാൻ വേണ്ടിയോ ആകാം. അല്ലെ, ഒരു സംഗതി പഠിക്കുന്നത് അത് അപകടകരം ആണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ഒഴിഞ്ഞു നിൽക്കാനും ആകാം, അല്ലെങ്കിൽ അത് ഉപകാരപ്രദമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് പോകാനും ആവാം. അപ്പൊ അങ്ങനെ വരുമ്പോ സിഹിർ ആണിത് എന്ന് വന്നാൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അവതരിപ്പിച്ചു എന്നതുകൊണ്ട് ഇവിടെ കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ, സിഹിർ അപകടകരമാണ്, അതുമായി ആരും ബന്ധപ്പെടാൻ പാടില്ല, മുസ്ലിമീങ്ങൾ ബന്ധപ്പെടാൻ പാടില്ല. അക്കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് അതിനുള്ളൊരു മോട്ടിവേഷൻ നൽകാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാകും. അപ്പൊ ആ അർത്ഥത്തിൽ കുഴപ്പമൊന്നുമില്ല ഇവിടെ
ഇനി ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് 2 മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാറൂത്ത് മാറൂത്തിനെ ഇവിടെ നിയോഗിച്ചു. ആ 2 മലക്കുകൾ ഇവർക്ക് എന്ത് പഠിപ്പിച്ചു? ചില വിദ്യകൾ പഠിപ്പിച്ചു കൊടുത്തു. ആ വിദ്യകൾ ഉപദ്രവത്തിന് വേണ്ടി ജനങ്ങൾ ഉപയോഗപ്പെടുത്തും, അത് അവരുടെ ഈമാനികമായ നാശത്തിലേക്ക് എത്തിക്കും എന്ന് നേരത്തെ തന്നെ മലക്കുകൾ മനസ്സിലാക്കിയിട്ട് അവരെന്ത് പറഞ്ഞു? ഇന്നമാ നഹ്നു ഫിത്നത്തുൻ ഫലാ തക്ഫുർ, ഞങ്ങൾ പരീക്ഷണമാണ്, അല്ലാഹു തആല നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അയച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾ അവിശ്വാസികളാവരുത്, നിങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകണ്ട എന്ന് ബഹുമാനപ്പെട്ട ആ മലക്കുകൾ 2 പേരും ജനങ്ങളോട് പറഞ്ഞെങ്കിലും അവരെന്ത് ചെയ്തു? അവരതൊക്കെ പഠിച്ച് ഈ പറഞ്ഞ ജനങ്ങളെ ഇടങ്ങാറാക്കാനും ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോയി എന്നാണല്ലോ നമ്മൾ പറഞ്ഞത് നേരത്തെ. അപ്പൊ 2 മലക്കുകളുടെ മേലിലാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ അവിടെ ചില വളരെ മോശമായിട്ടുള്ള ചില വ്യാഖ്യാനങ്ങൾ പലയിടത്തുനിന്നും കേൾക്കാറുണ്ട്. ഒരു പക്ഷേ നമ്മളും ചിലതാണ് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ തഫ്സീറുകളും മുഫസ്സിറുകളൊക്കെ അഭിപ്രായക്കാരാണെന്നും ചിലര് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ ചില പ്രധാനപ്പെട്ട ഉണർത്തലുകൾ നടത്തുന്നു. ഇദാ ഖുൽനാ ബി അന്നഹുമാ കാനാ മിനൽ മലായിക, ഹാറൂത്തും മാറൂത്തും മലക്കുകളിൽപ്പെട്ടവരാണ് എന്ന അഭിപ്രായം നമ്മൾ പറഞ്ഞാൽ ഫഖദ് ഇഖ്തലഫു ഫീ സബബി നുസൂലിഹിമാ, ആ 2 മലക്കുകളെ അല്ലാഹു തആല അവതരിപ്പിച്ചതിന്റെ കാരണത്തെ സംബന്ധിച്ച് പല റിപ്പോർട്ടുകളും കാണാം. ആ റിപ്പോർട്ടുകളിൽ പലതും ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ആ റിപ്പോർട്ട് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇനിയും അങ്ങോട്ടുള്ളത് വായിക്കുമ്പോൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെ തഫ്സീറിലുണ്ട് അങ്ങനെയും തഫ്സീറുണ്ട് എന്നല്ല, മറിച്ച് ആ പറയണത് ആ വായിക്കണത് എന്തിനാ? ഈ പറയുന്ന റിപ്പോർട്ടുകൾ ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. അപ്പൊ അതിൽ വന്ന റിപ്പോർട്ടുകളുടെ കൂട്ടത്തിൽ ഒന്ന് എന്താ? അന്നൽ മലായികത ലമ്മ അഅലമഹുമുല്ലാഹു ബി ആദമ, മലക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ, അതായത് ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ, ഭൂമിയിലേക്ക് ഞാൻ എൻ്റെ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നുണ്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് അള്ളാഹുവിനോട് ചോദിച്ചില്ലേ? അപ്പൊ മലക്കുകൾ പറഞ്ഞല്ലോ, ആ തജാലു ഫീഹാ മയ്യുഫ്സിദു ഫീഹാ വയസ്ഫിഖു ദിമാ, രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന ഫസാദുകളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന കുറെ മനുഷ്യന്മാരെ എന്തിനാണ് പടച്ചോനെ ഭൂമിയിലേക്ക് പടക്കുന്നത്? നിനക്ക് തസ്ബീഹ് ചെല്ലാനും ഇബാദത്ത് എടുക്കാനും ആണെങ്കിൽ അതിന് സർവാത്മന തയ്യാറായി ഞങ്ങൾ ഇവിടെ നിപ്പുണ്ടല്ലോ എന്ന് മലക്കുകൾ പറഞ്ഞപ്പോൾ ഫാജാബഹുമുള്ള അള്ളാഹ് അതിന് മറുപടി പറഞ്ഞല്ലോ, ബി ഖൗലിഹി ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത ചിലത് എനിക്കറിയാമെന്ന് മറുപടി പറഞ്ഞല്ലോ. അപ്പൊ ആ മറുപടി പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല സുമ്മ ഇന്നല്ലാഹ തആല വക്കല അലൈഹിം ജംഅൻ മിനൽ മലായികതി, ഒരു കൂട്ടം മലക്കുകളെ അവരുടെ മേലിൽ, ആ മലക്കുകളുടെ മേലിൽ അല്ലാഹു തആല ഏൽപ്പിച്ചു. വഹുമുൽ കിറാമുൽ കാത്തിബൂൻ, മനുഷ്യന്മാരുടെ മേലിൽ ഏൽപ്പിച്ചു. അവരാണ് ബഹുമാനികളായ ആ മനുഷ്യരുടെ പ്രവർത്തനങ്ങളെല്ലാം നിരീക്ഷിച്ച് അത് രേഖപ്പെടുത്തുന്നവർ. ഫക്കാനു യഅറുജൂന ബി അഅമാലിഹിം അൽ ഖബീസ, അവരുടെ ചീത്ത പ്രവർത്തനങ്ങളൊക്കെ റബ്ബിന് റിപ്പോർട്ട് കൊടുക്കും മനുഷ്യന്മാരുടെ ഈ മലക്കുകൾ. ഫഅജിബത്തിൽ മലായികത്തു മിൻഹും വമിൻ തബ്ഖിയത്തില്ലാഹി തആല ലഹും മഅമാ ലഹറ മിൻഹും മിനൽ ഖബാഹിഹി, ഈ ജനങ്ങളിൽ നിന്ന് എത്ര മോശത്തരങ്ങളാ വരുന്നത്, എന്തൊക്കെ തോന്നിയാസങ്ങളാ അവർ ചെയ്യണേ, അതൊക്കെ ചെയ്തിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെയും അവരെ നശിപ്പിക്കാതെ ശേഷിപ്പിച്ചു നിർത്തുന്നുണ്ടല്ലോ. എത്ര മോശമായിട്ടാണ് ഈ ചങ്ങായിമാര് പ്രവർത്തിക്കുന്നത് എന്ന് മനുഷ്യരെ കുറിച്ചുള്ള ഒരു മോശമായ ഒരു ചിന്താഗതി, മോശമായാച്ചാൽ ഇവരിത്ര മോശക്കാരാണല്ലോ എന്ന് മനുഷ്യരുടെ മോശത്തരം കണ്ടപ്പോ മലക്കുകൾ എന്തായി? ചിന്തിച്ചു പോയി. സുമ്മ അലാഫു ഇലൈഹിമ അമല സിഹ്രി, എന്നിട്ട് എന്ത് ചെയ്തു? ഈ മലക്കുകളുടെ കൂട്ടത്തിന്ന് മലക്കുകൾ ഈ വിധത്തിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായപ്പോ സുമ്മ അല്ലാഹു ഇലൈഹിമ അമല സിഹ്രി, സിഹറിന്റെ പ്രവർത്തനം അല്ലാഹു മലക്കുകൾ എന്ത് ചെയ്തു? ഈ മനുഷ്യരിലേക്ക് ചേർത്ത് പറയുകയും ചെയ്തു. ഫസ്ദാദ തഅജ്ജുബുൽ മലായികത്തി ഫറാദ അല്ലാഹു തആല യബ്തലിയൽ മലായിക, ഇതുകൂടി ആയപ്പോ മനുഷ്യന്മാരും അതേപോലെ തന്നെ ജിന്നുകളൊക്കെ സിഹറിന്റേതായിട്ടുള്ള വിഷയങ്ങളുമായിട്ടും ബന്ധപ്പെടുന്നു പറഞ്ഞപ്പോ മലക്കുകൾക്ക് എന്ത് കൂടി? അത്ഭുതം കൂടി. എന്താണ് ഇപ്പൊ ഈ മനുഷ്യന്മാരൊക്കെ കഥ എന്ന് അവർക്കൊരു വല്ലാത്ത തോന്നൽ വന്നു. അപ്പൊ ഫറാദ അല്ലാഹു തആല യബ്തലിയൽ മലായിക, മലക്കുകളെ പരീക്ഷിക്കാൻ അള്ളാഹു തീരുമാനിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇഖ്താറു മലക്കൈനി മിൻ അഅ്ളമിൽ മലായികത്തി ഇൽമൻ വ സുഹദൻ വ ദിയാനതൻ, നിങ്ങളെ കൂട്ടത്തിന്ന് നല്ലോണം വിജ്ഞാനമുള്ള, അതേപോലെ വലിയ സുഹദുള്ള, വലിയ മതബോധമുള്ള, എല്ലാവരും മലക്കുകളൊക്കെ മതബോധമുള്ളവരാണ്, ആരുമില്ല, കുറവില്ല, പക്ഷെ എന്നാലും ഉള്ള കൂട്ടത്തിൽ നിന്ന് ഏറ്റവും പവറുള്ള 2 മലക്കുകൾ നിങ്ങൾ തെരഞ്ഞെടുക്കണം എന്ന് അല്ലാഹു തആല പറഞ്ഞു. എന്തിനാ? ഞാൻ അവരെ ഭൂമിയിലേക്ക് അയച്ചിട്ട്
ആ മലക്കുകളെ പരീക്ഷിക്കാനാണ് എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ ഹാറൂത്തിനെയും മാറൂത്തിനെയും മലക്കുകൾ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. എന്നിട്ട് അള്ളാഹു താല അവരിൽ ഞാൻ പെട്ടെന്ന് വായിച്ചു വിടാം. അവരിൽ എന്ത് ചെയ്തു? മനുഷ്യന്റെ വൈകാരികമായിട്ടുള്ള ചിന്തകളൊക്കെ അള്ളാഹു അവരിൽ നിക്ഷേപിച്ചു. എന്നിട്ട് അവരെ ഭൂമിയിലേക്ക് ഇറക്കി. ഇറക്കുമ്പോ അള്ളാഹു പറഞ്ഞു ശിർക്ക് ചെയ്യാൻ പാടില്ല, കൊലപാതകം ചെയ്യാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, കള്ളുടിക്കാൻ പാടില്ല എന്നൊക്കെ എന്ത് ചെയ്തു? ആ മലക്കുകൾക്ക് നിർദ്ദേശം കൊടുത്തു. അങ്ങനെ ഭൂമിയിൽ ഇറങ്ങിയിട്ട് അവര് ഈ ബാബിലോണിൽ ചെന്നപ്പോൾ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു പെണ്ണ്, സഹ്റ എന്ന പേരുള്ള ഒരു പെണ്ണ് ഈ മലക്കുകളുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ ആ മലക്കുകളുടെ അടുത്ത് വന്ന് അവരെ, ആ മലക്കുകളെ എന്ത് ചെയ്തു? പ്രലോഭിപ്പിക്കും വിധത്തിൽ വൈകാരികമായിട്ടുള്ള ചിന്തയൊക്കെ മലക്കുകളുടെ ഇതിൽ അല്ലാഹു ഇട്ടുകൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞത്. ഈ റിപ്പോർട്ട് ശരിയല്ല കേട്ടോ. ഇത് ഇങ്ങനത്തെ സംഗതികളൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ മുഫസ്സിരീങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? നിങ്ങളെ തഫ്സീറിന്റെ ആൾക്കാരൊക്കെ ഈ നിലക്കുള്ള കള്ളക്കഥകൾ പറഞ്ഞോലാന്ന് പറയും. അത് പറയുമ്പോ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഞാനിത് വായിക്കുന്നത്. ഒരിക്കലും തന്നെ എന്തിനല്ല, ഇതൊരിക്കലും ഇത് വിശ്വസിക്കേണ്ട ചരിത്രമല്ല. റാസിമാം അടക്കമുള്ളവർ ആ ചരിത്രം പറഞ്ഞിട്ട് ഇത് തെറ്റാണെന്ന് പറയാൻ വേണ്ടിയാണ് അത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മലക്കളെ കുറിച്ച് അങ്ങനത്തെ ഒരു ധാരണ, ഒരു അതിശയോക്തി കലർത്തിയിട്ടുള്ള ഒരു ചർച്ച ഒന്നും എന്ത് ചെയ്യരുത്, നമ്മളെ മനസ്സിലേക്ക് കയറിപ്പോകരുത്. അങ്ങനെ അള്ളാഹു താല മലക്കുകളുടെ മനസ്സിൽ വൈകാരികമായിട്ടുള്ള ചിന്തയൊക്കെ ഇട്ട് കൊടുത്തു. അത്ര ഒരു പ്രകൃതം അള്ളാഹു താല, അതായത് അവരുടെ ആ ശിഷ്ടത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് ആരെ മാറ്റി? ആ മലക്കുകളെ രണ്ടുപേരല്ല മാറ്റി. അങ്ങനെ ഈ സഹ്റ എന്ന് പറഞ്ഞ സുന്ദരിയായ പെണ്ണി മലക്കളുടെ മുന്നിൽ ചെന്ന് പെട്ടപ്പോ ഇവർക്ക് എന്തായി? വൈകാരികമായിട്ടുള്ള ഒരു അഭിനിവേശം ഉണ്ടല്ലോ ഇപ്പോ. അതുകൊണ്ട് ഈ പെണ്ണിനെ വശത്താക്കാൻ വേണ്ടി ആര് ശ്രമിച്ചു? രണ്ട് മലക്കുകൾ ശ്രമിച്ചു. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ വഴങ്ങിത്തരണമെങ്കിൽ നിങ്ങൾ ബിംബത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞു. ബിംബത്തെ ആരാധിക്കണില്ലേ കുഴപ്പമില്ല, കള്ളു കുടിക്കെങ്കിലും വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ മലക്കുകൾ എന്ത് ചെയ്തു? കള്ളുടിക്കാനും തയ്യാറല്ല, ബിംബത്തെ ആരാധിക്കാനും തയ്യാറല്ല എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞെങ്കിലും പെണ്ണ് വഴങ്ങണില്ല. ഇവർക്കാണെങ്കിൽ വൈകാരികമായിട്ട് വല്ലാത്തൊരവസ്ഥ വന്നു. അവസാനം ഈ സ്ത്രീ പറയുന്നതിനനുസരിച്ചൊക്കെ ആ മലക്കുകൾ വഴങ്ങിക്കൊടുത്തു. അങ്ങനെ കള്ളുടിക്കാൻ വേണ്ടിയും അതേപോലെ തന്നെ ബിംബത്തെ ആരാധിക്കാൻ വേണ്ടിയും അവര് വന്നപ്പോ, ഒരുങ്ങിയപ്പോ ഒരു സ്ത്രീ എന്ത് ചെയ്തു? അവിടെ കടന്നു, ഒരാളവിടെ കടന്നു വന്നു. ദഖല സായിലുൻ അലൈഹിം, ഒരു ചോദ്യകർത്താവ് അവിടെ കടന്നു വന്നു. ഫഖാലത്ത്, അപ്പ പെണ്ണു പറഞ്ഞു, ഇന്ന് അൽഹറ ഹാദ സായിലു ലിന്നാസി മാ റഅ മിന്ന ഫസദ അംറുനാ. ഈ ചോദിക്കാൻ വന്ന ആള് നമ്മളെടുത്തുനിന്ന് ഇപ്പൊ ഈ സംഗതികളൊക്കെ കണ്ടാൽ അവരെന്ത് ചെയ്യും? വേറെ ആരോടെങ്കിലും പോയിട്ട് പറഞ്ഞു കൊടുക്കും. കാരണം എന്തിന്? ഈ പെണ്ണിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ടാൾക്കാരെന്ത് ചെയ്യുന്നുണ്ട്? ബിംബത്തെ ആരാധിക്കണുണ്ട്, കള്ളുടിക്കണുണ്ട് എന്നൊക്കെയുള്ള സത്യം അയാൾ പുറത്തു പോയിട്ട് പറയും. അങ്ങനെ പുറത്തു പോയിട്ട് പറഞ്ഞാൽ എന്താവും? നമ്മളെ സംഗതി ആകെ പൊളിയും. അതുകൊണ്ട് ഫൈൻ അറത്തുബൽ വസൂല ഇലയ്യ, നിങ്ങൾ രണ്ടുപേരും എന്നെ പ്രാപിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫഖ്തുല ഹാദ റജുല, ഈ വന്ന ആൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൊന്നുകളയണം എന്നുകൂടി ഈ പെണ്ണ് പറഞ്ഞു. അപ്പൊ ഫംദന മിൻഹു, അവർ രണ്ടുപേരും ആളെ കൊല്ലാനൊന്നും ആവില്ല എന്ന് പറഞ്ഞു. സുമ്മസ്തഖലാബി ഖത്ലിഹി, പക്ഷെ അങ്ങനെ പറഞ്ഞെങ്കിലും പെണ്ണിനെ കിട്ടണേ വേറെ നിവൃത്തിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? കൊല്ലാനുള്ള പരിപാടി തയ്യാറാക്കി. അങ്ങനെ ഫലമ്മാ ഫറഗ മിനൽ ഖത്ലി, കൊല കഴിഞ്ഞപ്പോഴോ തലബൽ മർഅത, പെണ്ണിനെ അന്വേഷിക്കുകയും ചെയ്തപ്പോ ഫലം വജിദാഹ, അവര് രണ്ടുപേരും ആരെ എത്തിച്ചില്ല? ഈ പെണ്ണിനെ എത്തിച്ചില്ല. മനസ്സിലായില്ലേ? അതായത് ഈ പെണ്ണ് വരെ പഴപ്പിക്കാൻ വേണ്ടി വന്നു. പഴപ്പിക്കാൻ വേണ്ടി വന്നിട്ട് ഇവരെ കൊണ്ട് എന്ത് ചെയ്തു? എല്ലാ തെറ്റും ചെയ്യിപ്പിച്ചു. കള്ളുടിപ്പിച്ചു, ബിംബത്തെ ആരാധിപ്പിച്ചു, അതേപോലെ തന്നെ നിരപരാധിയെ കൊല്ലിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നോക്കുമ്പോ പിന്നെ പെണ്ണിനെ കിട്ടാൻ വേണ്ടി അതൊക്കെ ചെയ്തത്, പക്ഷെ പെണ്ണിനെ കാണാനില്ല. അങ്ങനെ വന്നപ്പോ സുമ്മ ഇന്നൽ മലക്കേനി എന്ത് താലിക്കന് ദിമാവത്ത് ഹസറ, മലക്കുകൾക്ക് ഭയങ്കര ഖേദായി. അള്ളാഹുലേക്ക് അവർ ഖേദിച്ചു മടങ്ങി. അപ്പോൾ ഖയ്യറഹുമാ ബൈന അദാബിദ് ദുനിയ വ അദാബിൽ ആഖിറ, നിങ്ങൾക്ക് ദുനിയാവിലെ ശിക്ഷ വേണോ പരലോകത്തെ ശിക്ഷ വേണോ? രണ്ടിൽ ഒന്നിനെ സെലക്ട് ചെയ്യാൻ അള്ളാഹു താല അവർക്ക് ചോയ്സ് കൊടുത്തു. അങ്ങനെ ഫഖ്താറ അദാബദ് ദുനിയ, അവര് ദുനിയാവിന്റെ ശിക്ഷ തെരഞ്ഞെടുത്തു. അങ്ങനെ വഹുമാ യുഅദ്ദബാനി ബിബാബിൽ മുഅല്ലഖാനി ബൈന സമാഇ വൽ അർളി, ആകാശഭൂമികൾക്കിടയിൽ ഇങ്ങനെ തൂങ്ങി നിർത്തിയിട്ട് ജനങ്ങൾക്ക് സിഹ്റ് പഠിപ്പിക്കാന്നുള്ള ഒരു പരീക്ഷണമാണ് അള്ളാഹു താല എന്ത് ചെയ്തത്? അവർക്ക് നൽകിയത്. എന്നെന്ത് ചെയ്തു? ചില ആളുകൾ പറഞ്ഞു. ഒരു റിപ്പോർട്ട് ഇതാണ്. മറ്റൊരു റിപ്പോർട്ട് അങ്ങനെ പറയുമ്പോ തന്നെ ഈ സഹ്റ എന്ന് പറഞ്ഞ പെണ്ണ്, ആ പെണ്ണിനെ കുറിച്ച് രണ്ടഭിപ്രായമുണ്ട്. ഒന്ന്, അന്നല്ലാഹു തആല ലമ്മബ്തലൽ മലക്കൈനി ബിശഹവത്തി ബനി ആദമ അമറല്ലാഹുൽ കൗകബല്ലദി യുഖാൽ ലഹു സഹ്റ വഫലക്കഹ അൻ ഇഹ്ബിത ഇലൽ അർളി,
ഇലാ അൻ കാന മാ കാൻ ഫഹീനഇദിൻ ഇർതഫഅത്തി الزهرة وفلكها إلى موضعهما من السماء موبخين لهما على ما شاهداه منهما. പിന്നെ സഹറത്ത് എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ ആരല്ല, ഒരു സ്ത്രീയല്ല, അതൊരു നക്ഷത്രമാണ്. ആ നക്ഷത്രവും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പിന്നെ ഗ്രഹവും അതൊക്കെ എന്ത് ചെയ്തു, അതിന് അല്ലാഹു തആല ഇങ്ങനെ സുന്ദരിയായ ആളുടെ രൂപം പ്രാപിച്ചിട്ട് ഭൂമിയിലേക്ക് അയച്ചതായിരുന്നു. പക്ഷെ ഈ മലക്കുകൾ ഇങ്ങനെ കുടുങ്ങുന്ന അവസ്ഥയ്ക്ക് എത്തിയപ്പോ എന്ത് ചെയ്തു, അത് കേറിപ്പോയി എന്നാണ് ഒരു അഭിപ്രായം. മറ്റൊരു ഇപ്പൊ അന്നൽ മർഅത്ത ഫാജിറത്തുൻ മിൻ അഹ്ലിൽ അർളി, ഈ സഹറ എന്ന് പറയുന്നത് ശരിക്കും ഒരു മനുഷ്യ സ്ത്രീ തന്നെ, ഭൂമിയിൽ ജീവിച്ച വളരെ തോന്നിയാസിയായിട്ടുള്ള ഒരു പെണ്ണാണ്. അങ്ങനെ വാക്കാഹാബായത് ഷുർബിൽ ഹംദിയോ ഖത്ലിൻ നഫ്സി വ ഇബാദത്തി സനമി, ബിംബത്തെ ആരാധിക്കുകയും അതേപോലെ കള്ളുടിക്കുകയും അതുപോലെ ഒരാളെ കൊല്ലുകയും ചെയ്തതിനു ശേഷം ഈ സ്ത്രീയുമായിട്ട് അവരെന്ത് ചെയ്തു, ശാരീരിക ബന്ധം പുലർത്തി എന്നാണ് എന്ത് ചെയ്യണത് വേറൊരു റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ എന്നിട്ടോ അങ്ങനെ അത് ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ എന്ത് ചെയ്തു, ഇവരെ ഈ രണ്ട് മലക്കുകളെ ശരിക്കും ശിക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി എന്ന് തുടങ്ങുന്ന ഒരു പരാമർശം ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഉദ്ധരിക്കപ്പെടുന്ന റിപ്പോർട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു. അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. വയലം, നീ മനസ്സിലാക്കണം, അന്നഹാദിഹി റിവായത ഫാസിദത്തുൻ മർദൂദത്തുൻ ഗൈറു മഖ്ബൂല, ഈ റിപ്പോർട്ട് അത് കള്ള റിപ്പോർട്ടാകുന്നു, അത് തള്ളപ്പെടേണ്ടതാകുന്നു, അത് സ്വീകാര്യമല്ലാത്തതാകുന്നു. കാരണം അന്നഹു ലൈസ ഫീ കിതാബില്ലാഹി മാ യദുല്ലു അലാ ദാലിക, ഈ പറഞ്ഞ കഥക്ക് ഈ പിന്നെ തിരക്കഥക്ക് അനുയോജ്യമായ വിധത്തിലുള്ള ഒരു തെളിവും അള്ളാന്റെ ഖുർആനിൽ നിന്ന് കാണാൻ സാധിക്കില്ല. ബൽ ഫീഹി മാ യുബ്തിലുഹാ, മറിച്ച് ഈ ചരിത്രത്തെ ബാത്തിലാക്കും വിധത്തിലുള്ള ഒരുപാട് തെളിവ് ഖുർആനിലുണ്ട് താനും. അതുകൊണ്ട് എവിടെങ്കിലും ഈ കഥ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആ കഥ ഉന്നയിച്ച മഹാന്മാരാരും എന്തിനു പറഞ്ഞതല്ല, ഈ കഥ സ്ഥിരീകരിച്ചുകൊണ്ട് പറഞ്ഞതല്ല, മറിച്ച് അതിനെ നിഷേധിക്കാൻ വേണ്ടി, അതിനെ നിരാകരിക്കാൻ വേണ്ടി, ജനങ്ങൾ അത്തരം ഒരു തെറ്റിദ്ധാരണയിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? ഇത് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ചില പിന്നെ പുത്തൻവാദികളൊക്കെ എന്ത് ചെയ്യലുണ്ട്, നമ്മൾ മുഫസ്സിരീങ്ങൾക്കെതിരെ നിങ്ങളെ പാള കിതാബ് എഴുതി മുഫസ്സിരീങ്ങളെ കഥ എന്താ അറിയോ, നിങ്ങൾക്ക് മലക്കുകൾ ഇങ്ങനത്തോലാന്ന് തോന്നിയ ദിവസം പറഞ്ഞോലാന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോ ഇങ്ങനെ കിതാബിൽ പെട്ടെന്ന് നോക്കിയാൽ എന്ത് കാണുകയും ചെയ്യും, പെട്ടെന്ന് നോക്കിയാല് ലാസ്റ്റ് വരെ നോക്കാത്ത കാലത്തോളം റാസി തന്നെ നോക്കിയാൽ ഇങ്ങനെ ഒരു കഥ ഉണ്ട് എന്ന് കാണും. പക്ഷെ അതിന്റെ അവസാനം ആ കഥയെ പറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, റാസിമാമ് പറഞ്ഞിട്ടുണ്ട്, അവിടേക്ക് നമ്മളെ നോട്ടെത്തണം. അപ്പൊ അവിടേക്ക് എത്തിയാൽ ഈ ചരിത്രം എന്തല്ല, ഈ റിപ്പോർട്ട് അത് ശരിയല്ല, അത് കള്ളക്കഥയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. എന്താ ഇത് ആ മലക്കുകൾ അങ്ങനെ ചെയ്തിട്ടില്ല തെറ്റ്, ഒരു സ്ത്രീയുമായിട്ട് ഒരു പ്രേമത്തിൽ അവരെത്തിയിട്ടില്ല, അതേമാതിരി തന്നെ അവര് ബിംബത്തെ ആരാധിച്ചിട്ടില്ല, അവര് കള്ളുടിച്ചിട്ടില്ല, അവരീ പറഞ്ഞൊരു തോന്നിയാസവും ചെയ്തിട്ടില്ല എന്നതിനാണ് ഖുർആനിൽ തെളിവുള്ളത് എന്ന് പറഞ്ഞല്ലോ. അതെന്താ തെളിവ്? ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, അതിന്റെ ഒരു തെളിവ് മാ തഖദ്ദമ മിന ദലായിലി ദാല്ലത്തി അലാ ഇസ്മത്തിൽ മലായികത്തി അൻ കുല്ലിൽ മആസി, എല്ലാ ദോഷങ്ങളിൽ നിന്നും മലക്കുകൾ മുക്തരാണ് എന്നറിയിക്കുന്ന തെളിവുകൾ തന്നെ. ഒന്നാമത്തത്, പൊതുവെ മലക്കുകളെ കുറിച്ചുള്ള വിശദീകരണം തന്നെ എങ്ങനെയാ, അവർ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട ഒരു വിഭാഗം സൃഷ്ടികളാണ്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും, അള്ളാഹു അവരോട് കൽപ്പിച്ചതിനൊന്നും അവരെതിര് ചെയ്യില്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ, കൽപ്പിക്കപ്പെട്ടത് എന്തോ അത് കൃത്യമായി അവർ നിർവഹിക്കുകയും ചെയ്യും. അപ്പോൾ പ്രവർത്തനത്തിൽ കൃത്യവിലോപം കാണിക്കാത്ത, അതേസമയത്ത് കൽപ്പനയില്ലാത്ത സംഗതികളിലേക്കൊന്നും പോകാത്ത ആ ഒരു ശൈലിയാണ് അള്ളാഹു മലക്കൾക്ക് കൊടുത്തിട്ടുള്ളത് എന്നതിന്ന് ആരും ഒഴിവാക്കിയിട്ടില്ല, ഹാറൂത്ത് മാറൂത്തിനെ ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ട് ആ കഥ കള്ളത്തരമാണ്. രണ്ടാമത്തത്, ഇന്ന ഖൗലഹും ഇന്നഹുമാ ഖുയ്യിറ ബൈന അദാബിദ് ദുനിയ വ ബൈന അദാബിൽ ആഖിറ, പിന്നെ പറഞ്ഞെന്തോന്നു, ആ കഥയുടെ കൂട്ടത്തില് അവരങ്ങനെ തെറ്റിയതപ്പോ അല്ലാഹു തആല നിങ്ങൾക്ക് ദുനിയാവിലെ ശിക്ഷ വേണോ പരലോകത്തെ ശിക്ഷ വേണോ എന്ന് എന്ത് ചെയ്തു, ഒരു ചോയ്സ് നൽകി. അവരെന്ത് ചെയ്തു, ദുനിയാവിലെ ശിക്ഷ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞത് അതും നുണയാണ്. കാരണം എന്താ, അവർക്ക് അല്ലാഹു തആല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹു എന്താ ചെയ്യാ, ദുനിയാവിലെ ശിക്ഷ വേണോ ആഖിറത്തിലെ ശിക്ഷ വേണോ എന്ന് ചോദിക്കല്ലേ ചെയ്യാ. മറിച്ച് അള്ളാഹു ചെയ്യേണ്ടത് അൻ യുഖയ്യിറ ബൈന തൗബത്തി വൽ അദാബി, തൗബ ചെയ്ത് നന്നാകാനാണോ നിങ്ങൾക്ക് വേണ്ടത്, അതല്ല പരലോകത്തെ ശിക്ഷയാണോ വേണ്ടത്, ഇത് രണ്ടിന്റെ ഇടയിലായിരുന്നു അള്ളാഹു എന്ത് കൊടുക്കുക, ഒരു ചോയ്സ് കൊടുക്കുക. കാരണം എന്താ, അന്നല്ലാഹ തആല ഖയ്യറ ബൈനഹുമാ മൻ അശ്റക ബിഹി തൂല ഉംരിഹി, ജീവിതകാലം മുഴുവനും ശിർക്ക് ചെയ്ത് ജീവിച്ച മനുഷ്യൻ, ആ മനുഷ്യന് പോലും മരണത്തിന്റെ കുറച്ച് മുമ്പായിട്ട് അയാള് അതിനൊക്കെ മടങ്ങി തൗബ ചെയ്ത് നന്നായാൽ
അയാളെ പോലും അള്ളാഹു തആല സ്വീകരിക്കുന്നല്ലേ? അപ്പൊ കാലാകാലം ശിർക്ക് ചെയ്ത് ജീവിച്ചവൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലത്തെങ്കിലും തൗബ ചെയ്ത് നന്നാകാനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തിയാൽ അദ്ദേഹത്തിന് അതിനുള്ള അവസരം അല്ലാഹു കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഫകൈഫ യബ്ഖലു അലൈഹിമ ബിദാലിക, ഇങ്ങനെ ഒരു തെറ്റിന്റെ പേരിൽ അത്തരം ഒരു ആനുകൂല്യം ഈ മലക്കുകൾക്ക് അല്ലാഹു തആല കൊടുക്കാതെ എങ്ങനെ പിശുക്ക് കാണിക്കും? അതുകൊണ്ട് ആ വാദവും തെറ്റാണ്. മൂന്നാമത്തത് അന്നമിൻ അഅജബിൽ ഉമൂരി, കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അത്ഭുതകരമാണ് ഖൗലുഹും, ഇവരുടെ വാക്ക്. എന്ത്? ഇന്നഹുമാ യുഅല്ലിമാനി സിഹറ ഫീ ഹാലി കൗനിഹിമാ മുഅദ്ദബൈനി. ഇവര് പറഞ്ഞെന്താ? എന്നിട്ട് അന്തരീക്ഷത്തിൽ ഇങ്ങനെ ദുനിയാവിലെ ശിക്ഷ മതി എന്ന് പറഞ്ഞപ്പോ ഈ രണ്ട് മലക്കുകൾ അല്ലാഹു തആല എന്ത് ചെയ്തു? ആകാശത്തിന്റെയും ഭൂമിയുടെ ഇടയിൽ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട് അവിടെ എന്നിട്ട് ഇവരെന്ത് പഠിപ്പിച്ചു കൊടുക്കാണ്? ജനങ്ങൾക്ക് സീർ പഠിപ്പിച്ചു കൊടുക്കാണ്. അതാണ് പാര ശിക്ഷ. അവരുടെ ശിക്ഷ എന്ന് പറഞ്ഞത് വല്ലാത്ത അത്ഭുതം തന്നെ. എന്താ കാരണം? അതിന് ഫിഹാലിക, ജനങ്ങൾക്ക് അവർ സിഹർ പഠിപ്പിക്കുന്നത് ഫിഹാലിക മുഅദ്ദബൈനി, അവർ രണ്ടുപേരും ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സിഹർ പഠിപ്പിക്കുന്നത്. വയദുവാനിയിലേഹി ബഹുമായുഅഖബാനി, അവർ രണ്ടുപേരും ജനങ്ങളെ സിഹറിലേക്ക് ക്ഷണിക്കുന്നു, അവരാണെങ്കിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഈ പൊട്ടത്തരം ആരോട് പറയാൻ പറ്റും? എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലമ്മാ ലഹറ ഫസാദു ഹാദൽ ഖൗലി, ഈ വാക്ക്, ഈ അഭിപ്രായം അത് കള്ളത്തരാണ്, അത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഫനഖൂലു, നമ്മൾ പറയുന്നു, എന്നാ പിന്നെ എന്താണ് ആ വിഷയത്തിൽ ശരി? ഹാറൂത്ത് മാറൂത്തിന് അല്ലാഹു തആല ഇറക്കി എന്നുള്ളത് സത്യല്ലേ? അത് സത്യമാണ്. അവര് ജനങ്ങൾക്ക് ചില വിദ്യകൾ പഠിപ്പിച്ചു എന്നതും സത്യല്ലേ? അതും സത്യമാണ്. എന്നാൽ അവിടെ സത്യം അസ്സബബു ഫീ ഇൻസാലിഹിമാ, ആ മലക്കുകളെ അല്ലാഹു തആല ഇറക്കാനുണ്ടായ കാരണങ്ങൾ പലതാണ്. അഹദുഹാ, അതിൽ നിന്നൊന്ന് അന്ന സഹറത്തെ കസുറത്ത് ഫീ ദാലിക സമാൻ, ആ കാലത്ത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് അതാ ജനങ്ങൾ വല്ലാതെ സിഹറുമായി ബന്ധപ്പെട്ട് സിഹർ വല്ലാതെ വർദ്ധിച്ചു. അങ്ങനെ വസ്തംബത്ത അബുവാബൻ ഗരീബത്തൻ ഫി സിഹരി, സിഹറിന്റെ വിവിധ വകുപ്പുകൾ ഇങ്ങനെ ജനങ്ങൾ വല്ലാതെ അന്വേഷിച്ചു പോകുന്ന ഘട്ടവും വന്നു. വക്കാനു യദ്ദഊന നുബുവത്ത വയതഹദ്ദഊന അന്നാസ ബിഹാ, സിഹർ കൊണ്ട് ചില അത്ഭുതങ്ങളൊക്കെ കാണിച്ചിട്ട് ജനങ്ങളുടെ മുന്നിൽ വന്ന് പലരും പ്രവാചകത്വവാദം ഉന്നയിച്ചു. ഞാൻ നബിയാണ്, അള്ളാഹുവിൽ നിന്ന് വഹയി കിട്ടുന്ന ആളാണ്, അതിന്റെ തെളിവിതാ ഞാൻ കാട്ടുന്ന അത്ഭുതമാണ് എന്ന് പറഞ്ഞിട്ട് സിഹർ മുഖേന ചില അത്ഭുതങ്ങളൊക്കെ ചിലർ വന്ന് കാണിക്കാൻ തുടങ്ങി. കള്ളപ്രവാചകന്മാരുടെ രംഗപ്രവേശനം വല്ലാതെ സജീവായി. ഫബഅസല്ലാഹു തആല ഹാദൈനിൽ മലക്കൈനി, അപ്പൊ അല്ലാഹു തആല ഈ രണ്ട് മലക്കുകളെ നിയോഗിച്ചതാണ്. എന്തിനലി അജലി അൻ യുഅല്ലിമന്നാസ അബ്വാബ സിഹരി, സിഹിറിന്റെ ചില ഭാഗങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. ഹത്താ യതമക്കനൂ മിൻ മുആറദത്തി ഉലൈകല്ലദീന കാനൂ യദ്ദഊന നുബുവ്വത കദിബാ, കള്ളത്തരമായി പ്രവാചകത്വവാദവുമായി കടന്നു വരുന്ന ആളുകളോട് ജനങ്ങൾക്ക് എതിർക്കാൻ ഇതുകൊണ്ട് സാധിക്കുമല്ലോ. സിഹിർ കാണിച്ചിട്ട് ഇത് മുഅ്ജിസത്താണെന്നും ഞങ്ങൾ നബിയാന്നും പറഞ്ഞു വരുന്ന കള്ളന്മാരോട് അങ്ങനത്തെ ചില വിദ്യകൾ കാണിച്ചു കൊടുത്തിട്ട് ഇതുകൊണ്ടൊന്നും ഒരാൾ നബിയാവൂല, കാരണം എന്താ, അങ്ങനത്തെ വിദ്യയോടെ ഞങ്ങളും കാണിക്കാം എന്ന് പറയാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് ഇത് പഠിപ്പിക്കാൻ വേണ്ടി അയച്ചത്. വലാ ശക്ക അന്ന ഹാദാ മിൻ അഹ്സനിൽ അഗ്റാദി വൽ മഖാസിദി, ഇങ്ങനത്തെ ഒരു ഉദ്ദേശം അതിലുണ്ടെങ്കിൽ അത് വളരെ നല്ല ലക്ഷ്യമാണ്, അതിനു വേണ്ടിയാണ് അല്ലാഹു തആല നിയോഗിച്ചത് എന്നാണ് ഒരഭിപ്രായം. വസാനിഹ, രണ്ടാമത്തെ അഭിപ്രായം, അന്നൽ ഇൽമ ബി കൗനിൽ മുഅ്ജിസത്തി മുഖാലിഫത്തൻ ലിസ്സിഹരി മുതവഖഫുൻ അലൽ ഇൽമി ബിമാഹിയത്തിൽ മുഅ്ജിസത്തി വബിമാഹിയത്തി സിഹരി. മുഅ്ജിസത്ത് സിഹറല്ല, അമാനുഷിക സിദ്ധി എന്ന് പറയുന്ന പ്രവാചകന്മാർക്ക് അല്ലാഹു പ്രത്യേകമായി നൽകുന്ന മുഅ്ജിസത്ത് അത് സിഹറിൽ നിന്ന് ഭിന്നമാണ്, വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? എന്താ സിഹറൂന്നും എന്താ മുഅ്ജിസത്തുന്നും തിരിയണ്ടേ? അത് തിരിയണം. അപ്പൊ വന്നാസു കാനു ജാഹിലീന ബിമാഹിയത്തി സിഹരി, സിഹിറിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ആർക്കറിയില്ലായിരുന്നു? ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഫലാ ജറമ തഅസ്സറത്ത് അലൈഹിം മഅരിഫത്തു ഹഖീഖത്തിൽ മുഅ്ജിസത്തി, മുഅ്ജിസത്തിന്റെ യാഥാർത്ഥ്യം എന്താന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഫബഅസല്ലാഹു ഹാദൈനിൽ മലക്കൈനി ലിതഅരീഫി മാഹിയത്തി സിഹ്രി ലിഅജ്ലി ഹാദൽ ഖർളി, ഈ ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടി ജനങ്ങൾക്ക് സിഹിറിന്റെ യാഥാർത്ഥ്യം എന്താന്ന് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു മലക്കുകളെ അയച്ചു. അപ്പൊ സിഹിർ എന്താന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ ഇവര് ഈ മുഅ്ജിസത്ത് എന്ന പേരിൽ കള്ളപ്രവാചകന്മാര് ചില അത്ഭുതങ്ങൾ കാണിക്കുമ്പോ സിഹിർ കൊണ്ട് എന്താ സാധിക്കുക എന്നുള്ളത് ഇവർക്ക് തിരിഞ്ഞാൽ ഇത് മുഅ്ജിസത്തല്ല, അത് സിഹിറാന്ന് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഇവരോട് പറയാൻ പറ്റും. അങ്ങനെ കള്ളപ്രവാചകന്മാരെ തുരത്താൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിധത്തിലുള്ള ഒരു നിയോഗം നടത്തിയത് എന്നാണ് മറ്റൊരഭിപ്രായം. ലാ യംതനി വൻ യുഖാല, പറയണതിന് തടസ്സമൊന്നുമില്ലല്ലോ. എന്ത്? അസ്സിഹറുല്ലദീ
യൂഖിഉൽ ഫിർഖത ബൈന അഅദാഇല്ലാഹി വൽ ഇൽഫത ബൈന ഔലിയാഇല്ലാഹി കാന മുബാഹൻ ഇൻദഹും മൻദൂബൻ. സിഹ്ർ വൻദോഷങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറയുന്നത് ഇപ്പോ നമ്മളെ ശരീഅത്തിലല്ലേ. അതേ സമയത്ത് അക്കാലത്തുണ്ടായിരുന്ന ശരീഅത്തിൽ സിഹ്ർ പറ്റൂല എന്ന് വരണമെന്നില്ലല്ലോ. മനസ്സിലായില്ലേ? അതായത് റാസി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് അസ്സിഹ്റുല്ലദി യൂഖിഉൽ ഫിർഖത ബൈന അഅദാഇല്ലാഹ്, അള്ളാന്റെ ശത്രുക്കൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതും അതേപോലെ വൽ ഇൽഫത ബൈന ഔലിയാഇല്ലാഹ്, അള്ളാഹുന്റെ സ്വന്തക്കാർക്കിടയിൽ ഇഷ്ടദാസന്മാർക്കിടയിൽ യോജിപ്പുണ്ടാക്കുന്നതും അത് കാന മുബാഹൻ ഇൻദഹും, അവരുടെ അടുത്തത് അനുവദനീയമോ അല്ലെങ്കിൽ അക്കാലഘട്ടത്തെ പുണ്യമോ ആയിരിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അല്ലാഹു തആല ബഅസൽ മലക്കൈനിൽ തഅലീം സിഹ്രി, ഈ സിഹ്ർ പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല എന്ത് ചെയ്തു? ഈ ലക്ഷ്യത്തിന് വേണ്ടി മലക്കുകളെ നിയോഗിച്ചു. സുമ്മ ഇന്നൽ ഖൗമ തഅല്ലമൂ ദാലിക മിന്നുമാ, എന്നിട്ട് ജനങ്ങൾ ആ മലക്കുകളിൽ നിന്ന് എന്ത് പഠിച്ചു? സിഹ്ർ പഠിച്ചു. വസ്തഅമലൂഹു ഫിശ്ശരി, എന്നിട്ട് അത് അവർ തിന്മക്ക് ഉപയോഗിച്ചു. അതേപോലെ തന്നെ വയിഖാഇൽ ഫിർഖത്തി ബൈന ഔലിയാഇല്ലാഹി വൽ ഇൽഫത്തി ബൈന അഅദാഇല്ലാഹി, അള്ളാന്റെ ഇഷ്ടദാസന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും അള്ളാന്റെ ശത്രുക്കൾക്കിടയിൽ യോജിപ്പുണ്ടാക്കാനും, അതായത് ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ആ സിഹ്ർ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ അയച്ചു പഠിപ്പിച്ചതെങ്കിൽ അതിന് വിരുദ്ധമായിട്ട് എന്ത് ചെയ്തു? അവരതിനെ ഉപയോഗിച്ചു എന്ന് വരുന്നതിന് കുഴപ്പമില്ലല്ലോ. ആ നിലക്ക് വെക്കുന്നതിനും ഒരു തടസ്സമല്ല. നാലാമത്തെ അഭിപ്രായം അന്ന തഹ്സീലൽ ഇൽമി ബി കുല്ലി ഷൈഇൻ ഹസനുൻ, ഏതൊരു വിജ്ഞാനവും ആ വിജ്ഞാനം എന്ന നിലക്ക് അത് മനസ്സിലാക്കൽ അത് നല്ലത് തന്നെയാണ്. വലമ്മാ കാന സിഹ്റു മൻഹിയൻ അൻഹു വജബൻ യകൂന മുതസവ്വറൻ മഅലൂമൻ ലിഅന്നല്ലദീ ലാ യകൂന മുതസവ്വറൻ ഇംതന അൻഹു അൻഹു. സിഹ്ർ തെറ്റാണ് എന്ന് വരുമ്പോ അത് പറ്റൂല, അത് വിരോധിക്കപ്പെട്ടതാണെന്ന് പറയണമെങ്കിൽ അതെന്താന്ന് മനസ്സിലാകണ്ടേ? അതിനു വേണ്ടി അത് പഠിപ്പിച്ചതാണ് എന്ന് വരുന്നതിനും കുഴപ്പമില്ല. മറ്റൊരു അഭിപ്രായം ലഅല്ലൽ ജിന്ന കാന ഇൻദഹും അൻവാഉം മിന സിഹ്രി, ജിന്നുകൾ പിശാചുക്കൾ അവരുടെ അടുത്ത് വിവിധ ഇനം സിഹറുകൾ ഉണ്ടായിരുന്നു. ലം യഖ്ദുറുൽ ബശറു അലൽ ഇത്യാനി ബിമിസ്ലിഹ, മനുഷ്യന്മാർക്ക് അതുപോലുള്ളത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ഫബഅസല്ലാഹുൽ മലായികത, അല്ലാഹു മലക്കുകളെ അയച്ചു ലിയുഅല്ലിമുൽ ബശറ ഉമൂറൻ യഖ്ദുറുന ബിഹാ അലാ മുആറദത്തിൽ ജിന്നി, ജിന്നുകളെ പ്രതിരോധിക്കാൻ അവർക്ക് കഴിവ് നൽകുന്ന ചില വിദ്യകൾ അത് ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? മലക്കുകളെ നിയോഗിച്ചു എന്ന് വരുന്നതിനും കുഴപ്പമില്ല. ഇനിയോ മറ്റൊരു അഭിപ്രായം യജൂസു അൻ യകൂന ദാലിക തസ്ദീദൻ ഫി തക്ലീഫി മിൻ ഹൈസു ഇന്നഹു ഇദാ അലിമഹു മാ അംകനഹു അൻ യതവസ്സല ബിഹി ഇലാ ലദ്ദാത്തിൽ ആജിലത്തി. മനസ്സിലായില്ലേ? ഒരു മനുഷ്യനെ പരീക്ഷിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണാടിസ്ഥാനത്തിൽ, ഇന്നമാനാനു ഫിത്റത്തുന്ന മലക്കുകളും പറഞ്ഞിട്ടുണ്ടല്ലോ, പരീക്ഷണാടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാത്തൊരു ശക്തമായ കൽപ്പന അവർക്ക് നൽകിയതാകാം. എങ്ങനെ? ഇത് പഠിച്ചാൽ, കഴിയുന്നിടത്തോളം ഇത് പഠിച്ചാൽ അവൻ എന്ത് ചെയ്യും? അതുകൊണ്ട് താൽക്കാലികമായ സന്തോഷത്തിലേക്ക് പോകാൻ പാടില്ല. സുമ്മ മനാഹു മിൻ ഇസ്തിമാലിഹ, അവൻ മനുഷ്യന്മാർക്ക് ഇങ്ങനത്തെ ഒരു വിദ്യ അവരുടെ കയ്യിലുണ്ടായാൽ അതുകൊണ്ട് അവർ താൽക്കാലികമായ സന്തോഷത്തിന്റെ പിന്നാലെ പോകും. പക്ഷെ അള്ളാഹ് അവരെ വിലക്കി, ഇത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഞങ്ങള് താൽക്കാലിക സന്തോഷത്തിന്റെ പിന്നാലെ പോകാൻ പാടില്ല എന്ന് അല്ലാഹു തആല വിലക്കിയാൽ കാന ദാലിക ഫീ നിഹായത്തിൽ മശഖത്തി, അത് ഭയങ്കര ഇടങ്ങാറാകും ഇത് കയ്യിലുള്ളവന്. അപ്പൊ അതനുസരിച്ച് ഇത് കയ്യിൽ ഉണ്ടായിട്ടും അത് തെറ്റിന് ഉപയോഗിക്കാതെ അള്ളാന്റെ കൽപ്പന പാലിച്ച ഒരാൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവന് വലിയ പ്രതിഫലത്തിന് യോഗ്യത ഉണ്ടാകും. കമബത്തുലിയ ഖൗമുലു താലൂത്ത് ബിൻ നഹർ, പിന്നെ താലൂത്ത് എന്ന് പറയുന്ന മഹാനായ രാജാവ്, ആ രാജാവിന്റെ ജനങ്ങളെ പരീക്ഷിക്കപ്പെട്ടതുപോലെ ബിന്നഹരി ഒരു നദി കൊണ്ട് പരീക്ഷിക്കപ്പെട്ടില്ലേ? ഖുർആനിൽ പിന്നെ വരും, സൂറത്തുൽ ബഖറയിൽ തന്നെ അല്ലാഹു തആല പറയുന്നുണ്ട്. അവിടെ അങ്ങനെ കാണാൻ ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നി വമൻ ലം യതഅംഹു ഫഇന്നഹു മിന്നി ഇല്ലാ മൻ ഇഗ്തറഫ ഗുർഫതൻ ബിയദി ഫശരിബു മിൻഹു ഇല്ലാ ഖലീലാ. അല്ലാഹു തആല ഇതേ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്. അതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് അവിടെ പറയാം. താലൂത്ത് എന്ന് പറയുന്ന രാജാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് അയച്ചു കൊടുത്തു. ആ രാജാവിന്റെ കൂടെ ജാലൂത്ത് എന്ന് പറയുന്ന ധിക്കാരിയുമായി പോരാട്ടത്തിന് അവർ പോവുകയാണ്. പോകുമ്പോ അവർക്കൊരു നദി കടക്കണം, ഒരു പുഴ കടക്കണം. ആ പുഴയുടെ അടുത്തെത്തുമ്പോ അല്ലാഹു തആല നിർദ്ദേശം കൊടുത്തു, ഈ പുഴയിൽ നിന്ന് ആരും വെള്ളം കുടിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? ഈ പുഴയിൽ നിന്ന് ആരും വെള്ളം കുടിക്കാൻ പാടില്ല. ഒരു ശത്രുവിനോട് പോരാടാൻ പോണ സമയത്ത് ആ പുഴ കടക്കുമ്പോ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ വളരെ ദാഹമുള്ള ആൾക്കാർ ഇല്ല മനീകത്തറഫ ഗുർഫത്തൻ ബിയദിഹി, കൈകൊണ്ടൊരു കോരലൊക്കെ എടുത്ത് കുടിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഒരുപാട് കുടിക്കരുത്. എന്നാൽ ഇപ്പൊ ശരിബു മിൻഹു ഇല്ല കലീല, വളരെ കുറഞ്ഞ ആളുകളല്ലാത്ത
ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്തു? വെള്ളം കുടിച്ച് താലൂത്ത് എന്ന മഹാന്റെ സംഘത്തിൽ നിന്ന് അവർ പുറത്തായി എന്ന് ഖുർആനിൽ തന്നെ അള്ളാഹു തആല പറയുന്നുണ്ട്. അപ്പൊ അവിടെ ആ വെള്ളത്തിന്റെ അടുത്തേക്ക് അള്ളാഹു അവരെ എത്തിച്ചിട്ട് അവരെ പരീക്ഷിച്ചു. ആ പരീക്ഷണത്തിൽ പലരും തോറ്റുപോയി. എന്ന മാതിരി ഇത് പഠിച്ചിട്ട് ഇത് നിങ്ങളുടെ ഭൗതിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തരുത് എന്ന് അള്ളാഹു തആല അവരോട് പറഞ്ഞു. ആ പറയുമ്പോ അത് പാലിക്കണുണ്ടല്ലേ എന്ന പരീക്ഷണത്തിന് വേണ്ടിയാണ് അള്ളാഹു എന്ത് ചെയ്തത്? മലക്കുകളെ അയച്ചത് എന്ന് വരുന്നതിനും കുഴപ്പമില്ല. ഏതായാലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം 2 മലക്കുകൾ ഇറങ്ങി വന്നു. ആ 2 മലക്കുകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അള്ളാന്റെ വിധിക്ക് വിരുദ്ധമായിട്ട് അവർ പ്രവർത്തിച്ചിട്ടില്ല എന്നതാണ് സത്യം. ആ മലക്കുകളിൽ നിന്ന് ജനങ്ങൾ എന്ത് ചെയ്തു? ആ ജനങ്ങൾ വമാ യുഅല്ലിമാനി മിൻ അഹദിൻ, ഏതൊരാൾക്കും അവര് ആ മലക്കുകൾ എന്തെങ്കിലും ഒരു സംഗതി പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഹത്തായ കൂല, അവര് പറയാതെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. എന്ത്? ഇന്നമാ നഹ്നു ഫിത്നത്തുൻ, നിശ്ചയം ഞങ്ങൾ പരീക്ഷണാണ്, ഫലാ തക്ഫുർ, നീ അവിശ്വാസിയാവരുതെന്ന് ഓരോരുത്തരും ഈ വിദ്യ പഠിക്കാൻ വേണ്ടി വരുമ്പോ മലക്കുകൾ പറയും, അള്ളാഹു തആല പരീക്ഷണാടിസ്ഥാനത്തിൽ ഞങ്ങൾ അയച്ചതാണ്, നിങ്ങൾ ഇത് പഠിച്ചെന്ത് ചെയ്യരുത്, നിങ്ങൾ നാശത്തിൽ എത്തിപ്പെടരുത് എന്ന് അള്ളാഹുവിനോട് പറഞ്ഞു. ഫഅലം അന്നഹു ലാ ശറഹ ലഹുമാ, ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, അവരുടെ അവസ്ഥ അള്ളാഹ് വിശദീകരിക്കാണ് ഇവിടെ. ബഹാദാനിൽ മലക്കാൻ ഈ 2 മലക്കുകൾ ലാ യുഅല്ലിമാൻ ഇന്നാസി സിഹറ, ജനങ്ങൾക്ക് അവർ 2 പേരും ലാ യുഅല്ലിമാനി, അവർ 2 പേരും പഠിപ്പിക്കുന്നില്ല സിഹറ, സിഹറിനെ, ഇല്ലാ ബഅദ തഹ്ദീരി ശദീദി മിനൽ അമലി ബിഹി, അതനുസരിച്ചുള്ള പ്രവർത്തനം നടത്തലിനെ തൊട്ട് ശക്തമായി അവരെ താക്കീത് ചെയ്തിട്ടല്ലാതെ, അതായത് ഈ വിദ്യകൾ പഠിച്ചാൽ ഇത് നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത് എന്നവരെ ശക്തമായി താക്കീത് ചെയ്തിട്ടേ മലക്കുകൾ അത് പഠിപ്പിച്ചിട്ടുള്ളൂ. അതാണ് വഹുവ ഖൗലുഹുമ, ആ 2 മലക്കുകളുടെ വാക്ക്, ഇന്നമാ നഹ്നു ഫിത്നത്തുൻ, നിശ്ചയം ഞങ്ങൾ പരീക്ഷണാണ്, ഫലാ തക്ഫുർ, നീ നിഷേധിയാവരുത്. എന്താ ഇവിടെ പരീക്ഷണം? വൽ മുറാദു ഹാഹുന ബിൽ ഫിത്നത്തി, ഫിത്ന എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഉദ്ദേശം അൽ മെഹനത്തുല്ലത്തി ബിഹാ യതമയ്യസുൽ മുതീഉ അനിൽ ആസി, ദോഷിയും അതേപോലെ അനുസരണമുള്ളവനും തമ്മിൽ വേർപിരിയാൻ ആവശ്യമായിട്ടുള്ള പരീക്ഷണം എന്നാണ് അർത്ഥം. ഞങ്ങൾ ഈ പറയുന്നത് കേട്ട അനുസരിച്ചാൽ അള്ളാഹിനെ അനുസരിച്ച ആളാകും, അതേ സമയത്ത് ഇത് അനുസരിച്ചില്ലെങ്കിലോ ദോഷിയാകും. അപ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരാണ് പടച്ചോനെ അനുസരിക്കുന്നവർ, ആരാണ് പടച്ചോനെ ധിക്കരിക്കുന്നവർ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പരീക്ഷണാണിത് എന്നാണ് ആ മലക്കുകൾ പറഞ്ഞത്. മനസ്സിലായില്ലേ? എന്നിട്ട് ഏതുപോലെ ഫതൻതുദ്ദഹബ ബിന്നാരി എന്ന് പറയും, സ്വർണത്തെ തീയുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? പരീക്ഷിച്ചു. വെച്ചാൽ ഇതാ അരള അലന്നാർ, തീയിന്റെ മേലിൽ ഒരാൾ സ്വർണ്ണം ഇങ്ങനെ കാട്ടിയാല് ആ തീയിലിട്ട് അതിനെ ചൂടാക്കിയാൽ അപ്പൊ പറയേണ്ടതാണ് ഞാൻ എന്ത് ചെയ്തു? സ്വർണത്തെ തീയുകൊണ്ട് പരീക്ഷിച്ചു എന്ന് പറയും. എന്തിനു വേണ്ടിയാണ് ആ പരീക്ഷിക്കുന്നത്? ലിയതമയ്യസൽ ഖാലിസു അനിൽ മശൂബി, കലർപ്പില്ലാത്ത സ്വർണം ആ ചെളിയിൽ നിന്നൊക്കെ എന്താകാൻ വേണ്ടിയിട്ട്, അത് വേർതിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നതുപോലെയാണ് അള്ളാഹു തആല ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇവരിലേക്ക് പരീക്ഷണം ഇറക്കിയത്. പിന്നെ ഇനി അപ്പോ ബഹുമാനപ്പെട്ട റാസി ഇമാം പറയാണ്, വഖദ് ബയ്യനൽ വുജൂഹ ഫി അന്നഹു കൈഫ യഹ്സുനു ബിഅസത്തുൽ മലക്കൈനി ലിതഅലീമി സിഹ്രി, സിഹർ പഠിപ്പിക്കാൻ വേണ്ടി എങ്ങനെ അള്ളാഹു തആല മലക്കുകളെ അയക്കൽ ശരിയാവുക എന്നതിന് നേരത്തെ 6ഓളം ന്യായങ്ങൾ പറഞ്ഞില്ലേ? ആ നേരത്തെ നമ്മൾ വായിച്ചിട്ടുള്ള ന്യായങ്ങൾ, ആ ന്യായങ്ങൾ നമ്മൾ വിശദീകരിച്ചു. അപ്പൊ ഫൽ മുറാദു അന്നഹുമ ലാ യുഅല്ലിമാനി അഹദൻ അസ്സിഹറ, ഒരാൾക്കും ആ മലക്കുകളെ സിഹർ പഠിപ്പിക്കുന്നില്ല. വലാ യസിഫാനിഹി ലിഅഹദിൻ, അതിനെക്കുറിച്ച് ആർക്കും വർണ്ണിച്ചു കൊടുക്കുന്നില്ല. വലാ യക്ശിഫാനി ലഹു, ഏതൊരാൾക്കും ആ മലക്കുകൾ എന്ത് ചെയ്യണില്ല? വുജൂഹൽ ഇഹ്തിയാലി, ഈ സിഹർ ഉപയോഗിച്ചുള്ള തന്ത്രങ്ങൾ എങ്ങനെയെന്ന് വ്യക്തമാക്കി കൊടുക്കണില്ല. ഹത്തായ ബുദുലാലഹു നസിഹ, ആ ഓരോരുത്തർക്കും അവർക്ക് ഉപദേശം കൊടുത്തിട്ടല്ലാതെ, അതായത് ഫയഖൂലാലഹു, ആ 2 മലക്കുകളും ആ ഓരോരുത്തരോടും പറയും, ഇന്നമാ നഹ്നു ഫിത്നത്തുൻ, ഞങ്ങൾ പരീക്ഷണാണ്. ഹൈ ഹാദല്ലദീ നസിഫുഹു ലക, നിനക്ക് ഞാൻ ഈ വിശദീകരിച്ചു തരുന്ന ഈ വിദ്യ, വൈൻ കാനൽ ഗർദു മിൻഹു അയ്യതമയ്യസ ബിഹിൽ ഫർഖു ബൈന സിഹ്രി വ ബൈനൽ മുഅ്ജിസി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശരിയായ പ്രവാചകന്മാർ കാണിക്കുന്ന മുഅ്ജിസത്തിന്റെയും അതേ സമയത്ത് കള്ളപ്രവാചകന്മാർ വന്നുകൊണ്ട് ഇത് ഞങ്ങൾ മുഅ്ജിസത്താണ്, നബിയാണെന്ന് പറയുമ്പോൾ അതും സിഹറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കി തരിക എന്ന നേരത്തെ പറഞ്ഞ ആ ഉദ്ദേശത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. വലാകിന്നഹു യുംകിനുക,
പക്ഷേ ഈ വിദ്യ നീ പഠിച്ചാൽ നിനക്ക് കഴിയും. അൻതതവസ്സലീൽ മഫാസിദി വൽ മആസി, ദോഷങ്ങളിലേക്കും തിന്മകളിലേക്കും ഒക്കെ നിനക്ക് ചെന്നു ചേരാൻ സാധിക്കും. ഫയ്യാക, നീ നിന്നെ സൂക്ഷിക്കണം. ബഅദ വഖൂഫിക അലൈഹി, ഈ വിദ്യ നീ പഠിച്ചു കഴിഞ്ഞാൽ അൻതസ്തഅമിലഹു ഫീമാ നുഹീത അൻഹു, നിന്നെ വിരോധിക്കപ്പെട്ട ഒരു സംഗതിക്കും വേണ്ടി ഈ വിദ്യയെ നീ ഉപയോഗപ്പെടുത്ത ഈ വിദ്യ നിങ്ങളിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അയക്കുമ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് അയച്ചിട്ടുള്ളത്. ഇത് ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ ഒരിക്കലും ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളോ ആളുകൾക്കിടയിൽ ബുദ്ധിമുട്ടോ ഉണ്ടാക്കാനല്ല, മറിച്ച് കള്ളപ്രവാചകന്മാർ വന്ന് സിഹിർ കാണിച്ചുകൊണ്ട് ഞങ്ങൾ പ്രവാചകനാണെന്ന് വാദിക്കുമ്പോൾ അത് സിഹിറാണെന്ന് തിരിച്ചറിയാൻ ആവശ്യമായിട്ടുള്ള ഒരു വിജ്ഞാനം നിങ്ങൾക്കുണ്ടാക്കുക എന്നതേ ഇവിടെ ഉദ്ദേശമുള്ളൂ. അതുകൊണ്ട് ഈ വിവരം കിട്ടിയാൽ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നല്ലതും അല്ലാത്തതൊക്കെ ചെയ്യാൻ. ഇപ്പൊ നമ്മൾ പറയാറില്ലേ, സാധാരണ നമ്മളിപ്പോ ഇവിടൊക്കെ തന്നെ എല്ലാ ആളുകളും പറയും ഇപ്പൊ ടെക്നോളജി വളരെ വികസിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ എല്ലാ കയ്യിലും മൊബൈൽ ഫോണുണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഉണ്ട്, ഐപാഡ് ഉണ്ട്, എല്ലാ സംഗതിയുണ്ട്. ഇതൊക്കെ ഒരു മനുഷ്യൻ, ടെലിവിഷൻ ഉണ്ട്, ഇതൊക്കെ ആളുകൾക്ക് എന്ത് ചെയ്യാം? നന്മക്ക് വേണ്ടി ഉപയോഗിക്കാം, അല്ലാത്തതിനുവേണ്ടി ഉപയോഗിക്കാം. ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ദൈവത്തിന്റെ മേഖല സജീവാൻ ശ്രമിക്കുന്നവരുണ്ട്. അതേസമയത്ത് ഇതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് താൽക്കാലിക സന്തോഷത്തിന്റെയും സുഖത്തിന്റെയും പുറകെ പോയി അവരുടെ ഈമാൻ പിന്നെ അതേപോലെ തന്നെ പരലോക വിജയമൊക്കെ നഷ്ടപ്പെടുത്താൻ വേണ്ടി അധ്വാനിക്കണവരുണ്ട്. അപ്പൊ പറയും ഒരു സാധനം, ഒരു TV എന്ന നിലക്ക് ആ സാധനമല്ല, അതേസമയത്ത് ഇന്നത്തെ മോശംഗതിയല്ല. അതേപോലെ നമ്മുടെ പിന്നെ സ്മാർട്ട് ഫോണും ബാക്കി സംഗതികളും അതൊന്നും മോശമല്ല. പക്ഷെ അത് എന്തിനു ഉപയോഗിച്ചാൽ ഉണ്മയുണ്ട്, ആ നന്മക്ക് വേണ്ടി നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അതിനു വേണ്ടി ഇത് ഉപയോഗിച്ചാൽ ഇതാകും. സമയത്ത് എല്ലാ കുറുക്കു വഴികളും അതൊക്കെ നിങ്ങൾ പ്രാക്ടിക്കൽ ആക്കാനാണ് പരിപാടി എങ്കിലോ എന്നാ പിന്നെ നിങ്ങളുടെ കാര്യം പോക്കാണ് എന്ന് പറഞ്ഞിട്ടാണ് മലക്കുകൾ എന്ത് ചെയ്തത്? അവരുടെ മുന്നിൽ ഇത് അവതരിപ്പിച്ചത്. അങ്ങനെ ഫയതഅല്ലമൂന മിൻഹുമ, ആ രണ്ട് മലക്കുകളിൽ നിന്ന് ജനങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നു. ഒരു വിദ്യ, എങ്ങനത്തെ വിദ്യ? യുഫരിഖൂന ബിഹി, ആ വിദ്യ മുഖേന അവർക്ക് ഭിന്നിപ്പിക്കാൻ സാധിക്കും. ബൈനൽ മർഇ വ സൗജിഹി, ഒരു ഭർത്താവിന്റെയും അവന്റെ ഭാര്യയുടെയും ഇടയിൽ ഭിന്നിപ്പിക്കാൻ സാധിക്കും. അങ്ങനത്തെ ഒരു വിദ്യ അവർ പഠിച്ചു. മനസ്സിലായില്ലേ? അതെന്താ? ആ വിദ്യ പിന്നെ പഠിച്ചിട്ട് അതനുസരിച്ച് അവർ പ്രവർത്തിക്കും. അവിടെ എങ്ങനെ ഭിന്നിപ്പിക്കൽ എങ്ങനെയാ എന്നതിന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, ദക്കറൂ ഫി തഫ്സീരി ഹാദ തഫ്രീഖ് വജ്ഹൈനി. ഇവിടെ ഭിന്നിപ്പിക്കൽ എങ്ങനെയാ എന്നതിന് രണ്ട് അഭിപ്രായമുണ്ട്. ഒന്ന്, അന്ന ഹാദ തഫ്രീഖ ഇന്നമാ യകൂനു, ഈ ഭിന്നിപ്പിക്കൽ ഉണ്ടായാലും ബിഅയ്യഅ്തഖിദ അന്ന ദാലിക സിഹ്റ, ഈ സിഹ്ർ മുഅസ്സിറുൻ ഫി ഹാദ തഫ്രീഖി, ഈ ഭിന്നിപ്പിക്കുന്നതിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് ഈ സിഹറാണ്. അഥവാ സിഹറിന്റെ സ്വന്തം കഴിവുകൊണ്ടാണ് ഭിന്നിപ്പുണ്ടാക്കാൻ പറ്റണത് എന്നൊരാള് വിശ്വസിച്ചാൽ ഫയസീറു കാഫിറൻ, ഓനെന്താ അവിശ്വാസിയാവും അല്ലേ? സ്വന്തമായ കഴിവ് അള്ളാഹു അല്ലാത്ത ഒന്നിനും ഒരു വിഷയത്തിലും എന്ത് ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല അല്ലേ? ബാക്കിയുള്ളതൊക്കെ കാരണങ്ങളും അതേപോലെ തന്നെ മാർഗങ്ങളും മാത്രമാണ്. ഒരു പെനഡോൾ ഉപയോഗിക്കുന്ന മനുഷ്യൻ ആ പെനഡോളിന് സ്വന്തമായിട്ട് എന്റെ രോഗം മാറ്റാൻ കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ പോലും എന്ത് വരും? അത് ശിർക്കാകും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ദൂരത്ത് കിടക്കുന്ന മഹാന്മാരെ വിളിച്ചു, പക്ഷെ അവരെ അള്ളാന്റെ അടിമകളും അള്ളാഹു അവർക്ക് കഴിവ് കൊടുക്കുകയാണെന്നും വിശ്വസിക്കുകയാണെങ്കിലോ എത്ര ദൂരത്തുള്ള ആളെ വിളിച്ചാലും എത്ര വട്ടം വിളിച്ചാലും എന്താവൂല? അത് ശിർക്കോട്ടാവൂല. ഇത് തിരിയാതെ നമ്മുടെ നാട്ടിൽ കുറച്ച് മിസ്കിമാരെന്ത് ചെയ്യാറുള്ളത്? പലപ്പോഴും ഓരിയിടാറുള്ളത്. ബദരീങ്ങളെ വിളിച്ചാൽ കാഫറാവും, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചാൽ മുശ്രിക്കാവും. മൊയ്തീൻ ശൈഖ് കാക്ക എന്ന് പറഞ്ഞത് ഷിർക്കിന്റെ ഏറ്റവും വലിയ പരിപാടിയാണ് എന്നൊക്കെ വിളിച്ചു പോകുന്നത് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകാത്തോണ്ടാണ്. അപ്പോൾ ഈ സിഹിർ ചെയ്യുന്ന ഇതുകൊണ്ട് എന്താക്കാൻ പറ്റും? വൈദാ സാറ കാഫിറൻ, ഓ കാഫിറായാലോ ബാനത്ത് മിൻഹുംറാത്തുഹു, അദ്ദേഹത്തിന്റെ ഭാര്യ അയാളിൽ നിന്ന് എന്താകുമല്ലോ, പിന്നെ വേർപിരിഞ്ഞു പോകുമല്ലോ അല്ലേ? ഭർത്താവും ഭാര്യയും മുസ്ലിമായിട്ടുള്ള ആൾക്കാര് കൂട്ടത്തിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്തു? യുദ്ധത്തിലേക്ക് പോയാൽ അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്താണ്ടാവും? രണ്ടാളും തമ്മിലുള്ള വിവാഹബന്ധം അതോടുകൂടെ മുറിയും. അപ്പൊ ഭിന്നിപ്പുണ്ടാക്കാറുള്ളത് ഈ സിഹിറിനെ കുറിച്ചുള്ള വിശ്വാസം തന്നെ അവരുടെ ഇടയിൽ ആ സിഹിർ സ്വന്തമായിട്ട് എന്താക്കും? ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടാക്കും എന്ന് വിശ്വസിക്കുന്നതിനോട് കൂടെ എന്താകുകയാണ്?
അവര് ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിയൽ ഉണ്ടാവുകയാണ്. അല്ലാതെ എന്തല്ല അവിടെ വേറെ ഭർത്താക്കന്മാർക്ക് ഈ ചില തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടും അതുപോലെ തന്നെ മറ്റു നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ചില തരികിടകളിലൂടെയും ഒക്കെ ആ ഭിന്നിപ്പിന്റെ ശൈലി അവരെന്താക്കും, സ്വായത്തമാക്കും. ഏതായാലും ശരി, അങ്ങനെ അവര് ആ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാവുന്ന ഒരു വിദ്യ മലക്കുകളിൽ നിന്ന് അവർ പഠിച്ചു എന്ന് പറയുമ്പോ അന്നഹു തആല ലം യദ്കുർ ദാലിക ലിഅന്നല്ലദീ യതഅല്ലമൂന മിൻഹുമാ ലൈസ ഇല്ലാ ഹാദൽ ഖദ്റ. മലക്കുകളിൽ നിന്ന് അവര് ഇത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ലാക്കിൻ ദക്കറ ഹാദിഹി സൂറ ഇത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല. ലാക്കിൻ ദക്കറ ഹാദിഹി സൂറത്ത തംബീഹൻ അലാ സായിരി സുവരി, മറ്റു രൂപങ്ങളുടെ മേലൊരു ഉണർത്താൻ വേണ്ടി ഈ ഒരു രൂപം പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് സിഹർ മുഖേന ഇവർ പഠിച്ചത് വെറും ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാവുന്ന ഒരു വിദ്യ മാത്രമല്ല, പല വിദ്യകളും പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ നിന്ന് സിഹറിന്റെ ഒരു സാമ്പിള് പറഞ്ഞു എന്നേ ഉള്ളൂ ഇവിടെ. കാരണം ഫൈനസ്തികാനത്തൽ മർഇ ഇലാ സൗജതിഹി വറുകൂനഹു ഇലൈഹാ മഅറൂഫുൻ സായിദുൻ അലാ കുല്ലി മവദ്ദ. അല്ലേ, ഒരു മനുഷ്യൻ തന്റെ ഭാര്യയിലേക്ക് സമാധാനം കണ്ടെത്തലും അതേപോലെ തന്നെ ഭാര്യയിലേക്കൊരു ആശ്വാസത്തിന് വേണ്ടി ചെന്ന് ചേരലൊക്കെ അതെല്ലാവർക്കും മറ്റുള്ള എല്ലാ സ്നേഹത്തെക്കാളും കൂടുതലായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഫനബ്ബഹല്ലാഹു തആല ബിദിക്രി ദാലിക, ഈ ഒരു തെളിവ് പറയൽ മുഖേന, ഈ ഒരു വിഷയം പറയൽ മുഖേന അള്ളാഹു ഉണർത്തി അലാ അന്ന സിഹ്റ ഇദാ അംകന ബിഹി ഹാദൽ അംറു അലാ ശിദ്ദതിഹി ഫഗൈറുഹു ബിഹി ഔലാ. തന്നെ ഇതുകൊണ്ട് ഭിന്നിപ്പുണ്ടാക്കാൻ പറ്റുമെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്കിടയിൽ ഇടങ്ങേറുണ്ടാക്കാൻ എന്തായാലും എന്ത് പറ്റും, ഈ സിഹർ കൊണ്ട് സാധിക്കുന്നാണ് അല്ലാഹു തആല പറഞ്ഞതിന്റെ ചുരുക്കം. എന്നാൽ പക്ഷെ ആ സിഹർ കൊണ്ട് അവര് സിഹറിന് സ്വന്തമായിട്ട് എങ്ങനെ കഴിവുണ്ട് എന്ന് വിശ്വസിക്കുമ്പോ തന്നെ എന്താകും, കാഫിറാകും എന്ന് പറഞ്ഞിട്ടല്ല പറയാണോ മാഹും ബിളാരിന ബിഹി മിൻ അഹദിൻ. ഈ സിഹർ മുഖേന ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ അവർക്ക് സാധിക്കില്ല, ഇല്ലാ ബിഇദ്നില്ല, പടച്ചവന്റെ സമ്മതപ്രകാരമല്ലാതെ. ഈ സിഹർ കൊണ്ട് ഇടങ്ങേറുണ്ടാകണമെങ്കിലും ആ ഇടങ്ങേറുണ്ടാക്കുക എന്നത് അല്ലാഹു തആല അതിൽ പടച്ചാലേ ഉണ്ടാവുള്ളൂ. അല്ലാതെ സിഹറിന് സ്വന്തമായിട്ട് എന്തിനു കഴിയില്ല. ഏതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ മരുന്ന് കുടിച്ചാൽ അതുകൊണ്ട് രോഗം മാറും എന്ന് പറഞ്ഞാൽ മരുന്നൊരു കാരണമാണ്, രോഗം മാറ്റൽ എന്ന സംഗതി അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നത് എന്ന പോലെ സിഹർ ഒരു കാരണമാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യം അള്ളാഹുവാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ സിഹർ കൊണ്ട് ഫലം ഉണ്ടാകൂല എന്ന് പറയുന്നത് തെറ്റാണ്. മറിച്ച് ഫലം ഉണ്ടാകും, പക്ഷെ ആ ഫലം ഉണ്ടാക്കുന്നവനാരാണ്, അള്ളാഹു ആണ് എന്നാണ് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ വയതഅല്ലമൂന മാ യദുർറുഹും, അള്ളാഹു പറയാണ് വയതഅല്ലമൂന, ആ ജനങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നു, മാ യദുർറുഹും, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റിയ ചില വിദ്യകൾ, വലാ യൻഫഉഹും, അവർക്കൊരു ഉപകാരം ഉണ്ടാക്കാത്ത ചില സംഗതികൾ പഠിച്ചു. വലഖദ് അലിമു, നിശ്ചയം അവർ മനസ്സിലാക്കിയിരിക്കുന്നു, ലമൻ ഇശ്തറാഹു, ഇതാരെങ്കിലും സ്വീകരിച്ചാൽ മാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, പരലോകത്ത് അവനൊരു ഭാഗ്യത്തിന്റെ ഒരു സംഗതി ഉണ്ടാവൂല എന്നവർ മനസ്സിലാക്കിയിരുന്നു. അതായത് ഇവിടെ ആ സിഹർ പഠിക്കാൻ വേണ്ടി വരുന്ന ആളുകളോട് മലക്കുകൾ പറഞ്ഞിരുന്നുവല്ലോ, ഞങ്ങൾ പരീക്ഷണാണ്, അതുകൊണ്ട് ഇത് നിങ്ങൾ എന്ത് ചെയ്ത് ദുരുപയോഗം ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് സാരല്ല, അത് ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ പഠിപ്പിച്ചെന്നാ മതി എന്ന് പറഞ്ഞിട്ട് ഇത് പഠിക്കാൻ വേണ്ടി വന്ന ആ ആളുകളൊക്കെ വാസ്തവത്തിൽ എന്താക്കായിരുന്നു, നേരത്തെ നമ്മൾ പറഞ്ഞ പോലത്തെ ഒരു നഷ്ടക്കച്ചവടം ചെയ്യായിരുന്നു. അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഹിദായത്ത് കളഞ്ഞ് ലലാലത്തിലേക്ക് എത്തിച്ചേരുന്ന, അങ്ങനെ ശാശ്വതമായ നരകത്തിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള പരിപാടികൾ അവർ ചെയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് അല്ലാഹു തആല എന്തിനോട് ഉപമിച്ചതാണ്, ഒരു കച്ചവടത്തോട് ഉപമിച്ചതാണ്. നേരത്തെ നമ്മൾ പലപ്പോഴും അതേപോലത്തെ സമാനമായ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത്. ഏതായാലും നമ്മൾ അങ്ങനെ ഇത് ചെയ്യുന്ന ആളുകൾക്ക്, അഥവാ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കാതെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പരലോകത്തൊരു വിഹിതമല്ല, സൗഭാഗ്യത്തിന്റെ ഒരു വിഹിതമല്ല, മറിച്ച് അവർക്ക് അവിടെ അനുഭവിക്കാനുള്ളത് എന്താ, വെറും ശിക്ഷകൾ മാത്രമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവിടെ സൂചിപ്പിച്ചത് സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചും അതേപോലെ തന്നെ ബാബിലോണിൽ അവതരിപ്പിക്കപ്പെട്ട ഹാറൂത്ത് മാറൂത്ത് എന്ന മലക്കുകളെ സംബന്ധിച്ചും ഒക്കെ വളരെ തെറ്റായ പല ധാരണകളും പിശാചുക്കൾ ജൂതന്മാർക്ക് ഓതിക്കൊടുക്കുകയും അതൊക്കെ അങ്ങനെ തന്നെ വേദവാക്യം പോലെ അവർ സ്വീകരിച്ച്
നല്ലവർക്കെതിരെ കുതിര കയറാനുള്ള ഒരു മാർഗമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും സത്യവുമായി ബന്ധമുള്ളതല്ല. അത് ജൂതന്മാരുടെ നിഷേധാത്മകമായ നിലപാടിന്റെ മറ്റൊരു തെളിവാണെന്ന് അല്ലാഹു തആല ഉണർത്തുകയായിരുന്നു. ഇനി അല്ലാഹു പറയുന്നു, വലൗ അന്നഹും ആമനൂ വത്തഖൗ ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ ലൗ കാനൂ യഅലമൂൻ. വലൗ അന്നഹും ആമനൂ, അവർ നിശ്ചയം വിശ്വസിക്കുകയായിരുന്നുവെങ്കിൽ, വത്തഖൗ, അവർ തഖ്വ ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിൽ, ലമസൂബത്തും മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിൽ നിന്ന് അവർക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലം ഖൈറുൻ, അതേറ്റവും ഉത്തമമായതാകുമായിരുന്നു. ലൗ കാനൂ യഅലമൂൻ, അവർ അറിയുന്നവരായിരുന്നുവെങ്കിൽ. ഇവിടെ എന്താ സൂചിപ്പിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ യഥാവിധി പാലിച്ചും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ വരുന്ന പുണ്യപുരുഷന്മാരെ അഥവാ പ്രവാചകന്മാരെയും അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ആ 2 മലക്കുകളെയും ഒക്കെ അവർ പറയുന്നതിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകാൻ അവർ ശ്രമിച്ചിരുന്നുവെങ്കിൽ അത് അവർക്ക് വലിയ നന്മയാകുമായിരുന്നു. കാരണം എന്താ? ഈ ലോകത്ത് നല്ല പ്രവർത്തനം നടത്തി ജീവിക്കുന്നവർക്ക് അല്ലാഹു തആല പരലോകത്ത് പ്രതിഫലം കൊടുക്കും. ആ പ്രതിഫലം അവർക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ആ നന്മയുടേതായ താല്പര്യത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നതിന് പകരം അവർ പലപ്പോഴും എന്തിന്റെ ലോകത്തേക്ക് പോയി? കുറ്റങ്ങളുടെ, തിന്മകളുടെ ലോകത്തേക്ക് പോയി. അങ്ങനെ പോയപ്പോൾ അവർ അവരുടെ പാരത്രികമായ ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് അല്ലാഹു ഉണർത്തി. ഇത് നമുക്കുമുള്ള ഏറ്റവും വലിയ ഒരു ഇതിന്റെ ഒരു വാക്ക് തരായി ജീവിക്കാനുള്ള എല്ലാ വകുപ്പും ഇവിടെ അള്ളാഹു വെച്ചിട്ടുണ്ട്. ചീത്തയാവാൻ തീരുമാനിച്ചാൽ, നശിക്കാൻ തീരുമാനിച്ചാൽ ആ നാശത്തിലേക്ക് എത്താൻ ആവശ്യമായ സംഗതികളും ഇവിടെ ലഭ്യമാണ്. അതുകൊണ്ട് പടച്ച റബ്ബ് ഇവരെ ഉണർത്തുകയാണ്, നമ്മളെയും അതിലൂടെ ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ കോടതിയിൽ വരുമ്പോൾ അവന്റെ സന്തോഷമുള്ള പ്രതിഫലം വാങ്ങാൻ പറ്റും വിധത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു സ്വഭാവവും ശൈലിയും ഒക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ടതുമാണ്. അല്ലാതെ ആഖിറത്തിൽ കൈകടിക്കേണ്ടി വരുന്ന, അവിടെ നഷ്ടക്കച്ചവടം നടത്തിയവനാണ് ഞാനെന്ന ആ ഒരു വിലാപം, അത് വിലപിക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് ഒരിക്കലും തന്നെ നമ്മുടെ ചെയ്തികൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മളെ കൊണ്ടെത്തിക്കരുത്. അതുകൊണ്ട് ചെയ്യുന്നത് എന്താണെന്നും പറയുന്നത് എന്താണെന്നും അതെന്റെ ആഖിറത്തെ എങ്ങനെ ബാധിക്കുമെന്നും ഒക്കെ കൃത്യമായി ആലോചിച്ചും ശ്രദ്ധിച്ചും മാത്രമേ ഒരു വിശ്വാസി അവന്റെ പ്രവർത്തനങ്ങളെ, അവന്റെ വിശ്വാസങ്ങളെ, അവന്റെ കർമ്മങ്ങളെ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന വളരെ ശക്തമായ ഒരു താക്കീദിന്റെ ശൈലി ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും അതേപോലെ അതിനു മുമ്പുമൊക്കെ അതിശക്തമായ നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ച ജൂതന്മാർക്കെതിരെയുള്ള വളരെ ശക്തമായ ഒരു പ്രഖ്യാപനമാണ് ഇവിടെ അല്ലാഹു തആല നടത്തിയിരിക്കുന്നത്. അർഹമുർ-റഹീമായ റബ്ബ് ഇത്തരം കാര്യങ്ങളുടെയൊക്കെ അന്തസത്ത ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ നാളെ ഇൻഷാ അല്ലാഹ് രാവിലെ മീഡിയ മിഷന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു സജീവതയുടെ ഭാഗമായ ആ പരിപാടി ആരംഭിക്കുമ്പോൾ നമ്മളുടെയൊക്കെ സഹകരണം ആ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ്. അർഹമുർ-റഹീമായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നല്ല കാര്യങ്ങളോട് അതേപോലെ നമ്മുടെ സംഘടനാ സംവിധാനങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസിനോടും നല്ല രൂപത്തിൽ സഹകരിക്കുന്ന മനസ്ഥിതി അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മുടെ നേതാക്കളുടെയും അതേപോലെ തന്നെ സംഘടനാ സംവിധാനങ്ങളുടെയും ഒക്കെ കൂടെ നിൽക്കുന്ന ഒരു സമീപനം മാത്രമേ നമുക്കുണ്ടാകാൻ പാടുള്ളൂ എന്നതുകൊണ്ട് അതിനോട് 100% സഹകരിച്ചു പോകുന്ന ഒരു സമീപനം സംഘകുടുംബത്തിന്റെ കൾച്ചറുള്ള എല്ലാവരും അവരുടെയൊക്കെ ജീവിതത്തിൽ പുലർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് പെട്ടെന്നൊന്ന് നിർത്തേണ്ടതുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണിപ്പോ. ഇനിയൊക്കെ വരാനിരിക്കുന്ന ദിവസങ്ങളൊക്കെ മേറാജിന്റെ രാവാണ് നാളെ, മേറാജിന്റെ പകലാണ് മറ്റന്നാൾ. അതുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലുകൾ പ്രത്യേകമായി നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ ധാരാളം. ഇപ്പൊ നേരത്തെ ഇസ്രാവുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ വിശദമായ ചർച്ച ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് നടത്തി. അതിന്റെ ബാക്കി മേറാജ് പിറ്റേ ദിവസം പറയുന്നു പറഞ്ഞത് നേരത്തെ പറഞ്ഞു പോയതായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ബാക്കി കൂടി കേട്ടാല് മേറാജിന്റെ അവസ്ഥകൾ കൂടി അതിൽ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്കെല്ലാവർക്കും നല്ലത് മനസ്സിലാക്കാൻ ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് നല്ല ദിവസങ്ങളിലൊക്കെയുള്ള പ്രാർത്ഥനകളിൽ നമ്മളൊക്കെ പരാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളിക്കണം എന്നുകൂടി വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ഉസ്താദുമാരും അഡ്മിന്മാരൊക്കെ ആ മൈക്കിലേക്ക് വന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് ലൈവ് എത്താനുണ്ട്. എത്തുന്നത് വരെയുള്ള സമയം